നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. സാക്ഷാൽ അർജന്റീന മെസ്സിപ്പട പൂർണ്ണമായും നിർവീര്യമാകുന്ന കാഴ്ച. അമേരിക്കയിൽ ന്യൂജേഴ്സി സ്റ്റേഡിയത്തിൽ മെസ്സിയുടെ കണ്ണുനീർ, കോച്ചിന്റെ കണ്ണുനീർ. നിരവധി വാർത്തകളുണ്ട്. ആദ്യം തലക്കെട്ടുകൾ. അർജന്റീനയെ നിഷ്പ്രഭമാക്കി സ്പെയിൻ ലോക ചാമ്പ്യന്മാർ. ജയം എക്സ്ട്രാ ടൈമിലെ ഫെറാൻ ടോറസിന്റെ ഗോളിൽ. അർജന്റീനൻ സംഘത്തിന് കൂച്ചുവിലങ്ങിട്ട് സ്പാനിഷ് മിഡ്ഫീൽഡ്. ന്യൂജേഴ്സിയിൽ വീണ്ടും കണ്ണീർ വാർത്ത ലയണൽ മെസ്സി. സ്പെയിൻ ലോക ചാമ്പ്യന്മാരാകുന്നത് രണ്ടാം തവണ. ലോകവേദിയിലെ പുരസ്കാരങ്ങളിലും സ്പാനിഷ് തിളക്കം. ഗോൾഡൻ ബോൾ റോദ്രിക്ക്, കുബാർസി യുവതാരം. ഗോൾഡൻ ഗ്ലൗ ഉനൈ സിമോൺ. Faltó poquito, la verdad. Solo queda agradecer a mis jugadores, a toda la gente que ha sido. പൊട്ടിക്കരഞ്ഞ് അർജന്റീൻ പരിശീലകൻ. ഇറാനിൽ അമേരിക്കയുടെ ബോംബ് വർഷം. ഡാർക്കോവിന് ആണവ നിലയമടക്കം ആക്രമിച്ച അമേരിക്ക. ജോർദാൻ ആക്രമണത്തിന് തിരിച്ചടി. മിസൈൽ, ഡ്രോൺ, റഡാർ സംവിധാനങ്ങൾ തകർത്തുവെന്ന അവകാശവാദം. ഇറാനിലെ പല പ്രമുഖ നഗരങ്ങളും ഇരുട്ടിൽ. റവല്യൂഷണറി ഗാർഡുകളെയും ലക്ഷ്യമിട്ട് അമേരിക്ക. ആണവ നിലയത്തിന് നേരെയുണ്ടായ പ്രഹരത്തിന് കടുത്ത ഭാഷയിൽ തിരിച്ചടിക്കുമെന്ന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ്. മേഖലയിൽ സമാധാനത്തോടെ തുടരാൻ അമേരിക്കയ്ക്ക് കഴിയില്ലെന്ന് മൊഷ്തബ. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി മൗനം വെടിയണമെന്ന ആവശ്യം. പിക്സാക്സ് മൗണ്ടൻ ലക്ഷ്യമിട്ട് ട്രംപ്. യുദ്ധത്തിൽ അമേരിക്കയെ വെല്ലുവിളിച്ച ഇറാന്റെ ഭൂഗർഭ കോട്ടകൾ. മാരകമായ ബോംബുകൾക്ക് പോലും പൂർണ്ണമായി തകർക്കാൻ കഴിയാത്ത വിധം അതീവ സുരക്ഷിതം. തന്ത്രപ്രധാന കേന്ദ്രങ്ങളുടെ വികേന്ദ്രീകരണവും ആണവ നിലയങ്ങളും ഇറാന് ഗുണം. ന്യൂയോർക്കിൽ കാലുകുത്തിയാൽ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യാൻ മേയർ സൊഹറാൻ മംദാനി. നെതന്യാഹു ന്യൂയോർക്കിലെത്തുക UN പൊതുസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ. അറസ്റ്റ് ചെയ്യാനുള്ള നിയമസാധ്യതകൾ പരിശോധിച്ച് നഗരഭരണകൂടം. സൊഹറാൻ മംദാനി ഹമാസിനെ പിന്തുണയ്ക്കുകയാണെന്ന് നെതന്യാഹു. പ്രധാനമന്ത്രിമാർ വാഴാത്ത രാജ്യമെന്ന പേരുദോഷം ബ്രിട്ടന് മാറുമോ? പുതിയ പ്രധാനമന്ത്രിയായി ആന്റി ബേണം ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. സാമ്പത്തിക ഉത്തേജനമടക്കം പ്രതീക്ഷകളിൽ ബ്രിട്ടൻ. ഐ ഹാവ് എ പ്ലാൻ എന്ന് പറയുന്ന ബേണത്തിന്റെ പ്രസംഗത്തിന് വലിയ സ്വീകാര്യത. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയെ പുകഴ്ത്തി പറഞ്ഞ ഇമ്രാൻഖാന്റെ സഹോദരിക്ക് കുരുക്ക്. പാകിസ്ഥാനിൽ ഇമ്രാന്റെ സഹോദരി അറസ്റ്റിലേക്കോ? നൂറിൻ നിയാസയ്ക്ക് സമൻസ് അയച്ച സൈബർ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി. സൈന്യത്തെ അപമാനിക്കാൻ ശ്രമിച്ചുവെന്ന് കുറ്റം. വിവാദങ്ങൾക്കിടെ PSC യോഗം ഇന്ന്. മൂല്യനിർണ്ണയ പരാതി അന്വേഷണ സംഘത്തിന്റെ രേഖകൾ കൈമാറുന്ന കാര്യം ചർച്ചയാകും. ഉത്തരക്കടലാസുകളും ഉത്തരസൂചികകളും PSC ആസ്ഥാനത്ത് എത്തി പരിശോധിക്കാൻ അന്വേഷണ സംഘം അനുവാദം നൽകി. PSC 10ാം തരം പ്രിലിമിനറി പരീക്ഷയുടെ ചോദ്യപേപ്പർ മാറ്റി നൽകിയതിലെ നടപടിയിലും തീരുമാനമാകും. KPCC നേതൃത്വത്തിന് മുന്നിൽ മുഖ്യമന്ത്രി വഴങ്ങുന്നു. KSU സംസ്ഥാന അധ്യക്ഷനുമായി ഇന്നോ നാളെയോ കൂടിക്കാഴ്ച. തർക്കവിഷയങ്ങൾ മുഖ്യമന്ത്രിയുമായി നേരിട്ട് ചർച്ച ചെയ്യാൻ അലോഷ്യസ് സേവ്യർ. ചെന്താമരയ്ക്കുള്ള ശിക്ഷ ഇന്ന് വിധിക്കും. പാലക്കാട് 4ാം കോടതിയിൽ വിധി പ്രഖ്യാപനം. 11 മണിയോടെ ശിക്ഷാവിധി. ചെന്താമര പറഞ്ഞതെല്ലാം കള്ളമെന്ന് പ്രോസിക്യൂഷൻ. വിവാദ ബില്ലുകൾ അവതരിപ്പിക്കാനിരിക്കെ പാർലമെന്റിൽ വർഷകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കം. FCRI ഭേദഗതി ബില്ലും വന്ദേമാതരത്തെ അപമാനിക്കുന്നവർക്ക് ജയിൽ ശിക്ഷ ഉറപ്പാക്കുന്ന ബില്ലും സഭയിലേക്ക്. ലോർഡ്സിൽ ഒരു പിടി റെക്കോർഡുകളുമായി രോഹിത് ശർമ്മ. സച്ചിനെ മറികടന്ന് സെഞ്ചുറി നേടുന്ന പ്രായം കൂടിയ താരമായി. ലോർഡ്സിൽ ഏകദിന സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ ബാറ്റർ. വിദേശത്ത് 8 ഏകദിന സെഞ്ചുറികൾ നേടുന്ന ലോകത്തിലെ ആദ്യത്തെ താരമെന്ന നേട്ടവും രോഹിതിന്. അപ്പോൾ ഫുട്ബോളിൽ പുതിയ ചരിത്രം പിറന്നു. അമേരിക്കയിൽ സ്പെയിനിന്റെ വലിയ ആനന്ദത്തിന് സാക്ഷ്യം വഹിച്ചു. ഏറ്റവും പുതിയ വിശേഷങ്ങളുമായി എൽദോ പോൾ ചേരും. ഇനി ഫുട്ബോൾ ഇൻ അസോസിയേഷൻ വിത്ത് മേത്തർ ഈഗിൾ FC കേരള.
തുടർച്ചയായിട്ടുള്ള ലോക കിരീടമെന്ന അർജന്റീൻ സ്വപ്നങ്ങൾ വിഫലമായി. സ്പാനിഷ് മേധാവിത്വത്തിന് മുന്നിൽ, സ്പാനിഷ് ആധിപത്യത്തിന് മുന്നിൽ ഫുട്ബോൾ ലോകം ഇനി സ്പെയിൻ ഭരിക്കും. സ്പെയിൻ ഫുട്ബോൾ ലോകത്തിന്റെ പുതിയ അധിപന്മാർ. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയെ എക്സ്ട്രാ ടൈമിലെ ഗോളിൽ വീഴ്ത്തിയാണ് സ്പെയിന്റെ കിരീടധാരണം. മത്സരത്തിൽ ഉടനീളം സമഗ്രാധിപത്യം പുലർത്തിയാണ് സ്പാനിഷ് ടീമിന്റെ ജയം. 93-ാമത്തെ മിനിറ്റിൽ രണ്ടാമത്തെ മഞ്ഞക്കാട് കിട്ടി എൻസോ ഫെർണാണ്ടസ് പുറത്തായതോടുകൂടി 10 പേരുമായിട്ടാണ് അർജന്റീന മത്സരം പൂർത്തിയാക്കിയത്. അർഹിച്ച കരങ്ങളിലാണ് ലോക കിരീടമെത്തിയത്. കണ്ണീർ വാർക്കുന്ന മെസ്സിഹ സങ്കടക്കാഴ്ചയായെങ്കിലും വിശ്വം ജയിക്കാൻ കൂട്ടായ പ്രയത്നം മതിയായ തീരുവെന്ന് ബോധ്യപ്പെടുത്തി സ്പാനിഷ് പട. ഇനി സ്പെയിനിന്റെ ഭരണമാണ്, സ്പാനിഷ് റൂൾ. മെസ്സിഹ നിശബ്ദനായിരുന്നു ന്യൂജേഴ്സിയിൽ. മെസ്സിയെ നിശബ്ദനാക്കി എന്ന് പറയുന്നതാകും ഉചിതം. തൊടുന്നതെല്ലാം പൊന്നാക്കുന്ന മാന്ത്രികനെ തൊടാൻ വിടാതിരിക്കുക എന്ന ആദ്യ തന്ത്രം തന്നെ വിജയിപ്പിച്ചു സ്പെയിൻ. അലസമായ പാസുകൾ അർജന്റീനയ്ക്ക് വാരിക്കുഴി തീർത്തു. ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസിന്റെ 11 സേവുകൾ ഇല്ലായിരുന്നുവെങ്കിൽ ഇതാകുമായിരുന്നില്ല സ്കോർ കാർഡ്. മൂർച്ചയില്ലാത്ത സ്പാനിഷ് ആക്രമണവും അർജന്റീനയ്ക്ക് കരുതലായി. തന്ത്രങ്ങൾ കൊണ്ട് അമ്പരപ്പിക്കാറുള്ള ലയണൽ സ്കലോണി ഇത്തവണ നിരായുധനായിരുന്നു വെള്ളവരക്കരികിൽ. റോദ്രിയുടെ കാലുകളിൽ മെനഞ്ഞ നീക്കങ്ങളാൽ സ്പെയിൻ കാളക്കൂറ്റിനെ പോലെ പലവട്ടം അർജന്റീൻ ബോക്സിലേക്ക് എത്തിയെങ്കിലും ലക്ഷ്യം മാത്രം അകന്നു നിന്നു. അങ്ങനെ ഗോളില്ലാ കളി നിശ്ചിത സമയം പൂർത്തിയാക്കുന്നു എന്ന ഘട്ടത്തിൽ എൻസോ ഫെർണാണ്ടസിന് രണ്ടാമത്തെ മഞ്ഞക്കാട്. 10 പേരുമായി അർജന്റീന എക്സ്ട്രാ ടൈമിലേക്ക്. അധിക സമയത്തിന്റെ ആദ്യ പകുതി കടന്നെങ്കിലും 106-ാം മിനിറ്റിൽ അനിവാര്യമായ ആ ഗോളെത്തി. നിക്കോ വില്യംസിന്റെ ബാക്ക് ഹെഡറിൽ നിന്ന് ഫെറാൻ ടോറസ് ലോക കിരീടത്തിലേക്ക് ഒരു ഷോട്ട് തീർത്തു. പിന്നീടെല്ലാം ഔപചാരികത മാത്രം. 20 ഷോട്ടുകൾ എടുത്ത സ്പെയിന് മുന്നിൽ അർജന്റീനയ്ക്ക് അവകാശപ്പെടാൻ 2 എണ്ണം മാത്രം. 858 പാസുകൾ സ്പെയിൻ കൂട്ടിയിണക്കിയപ്പോൾ അർജന്റീന നടത്തിയത് 456 എണ്ണം മാത്രം. കയ്യാങ്കളിയിൽ തീർന്ന പോരിനൊടുവിൽ ഓർമ്മയിൽ നിലനിൽക്കുക സ്പാനിഷ് വിജയാഘോഷമാണ്. ലോക ഫൈനൽ തോൽക്കാത്ത സ്പെയിന് ഫുട്ബോൾ ലോകത്തിന്റെ കയ്യടികൾ. വെൽക്കം ഡെസ്ക്, ന്യൂസ് 18. ഈ മത്സരം കഴിഞ്ഞ് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയ അർജന്റീന പരിശീലകൻ ലയണൽ സ്കലോണി വികാരാധീനനായിരുന്നു. വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിയാതെയാണ് സ്കലോണി വാർത്താ സമ്മേളനത്തിൽ നിന്നും മടങ്ങിയത്. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മടക്കം. ലോക ഫുട്ബോളിലെ പ്രധാന പുരസ്കാരങ്ങൾ എല്ലാം സ്വന്തമാക്കി സ്പാനിഷ് താരങ്ങൾ. മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരം അത് സ്പാനിഷ് ക്യാപ്റ്റൻ റോദ്രിക്കാണ്. സ്പെയിൻ ഗോൾ കീപ്പർ ഉനൈ സിമോണാണ് ഗോൾഡൻ ഗ്ലൗ നേടിയത്. കുബാർസിയാണ് മികച്ച യുവതാരം. ഇനി കൂടുതൽ ഗോളുകൾ നേടിയ താരത്തിലുള്ള പുരസ്കാരം ഗോൾഡൻ ബൂട്ട് അത് കിലിയൻ എംബാപ്പയും സ്വന്തമാക്കി. ലോകകപ്പ് നേട്ടത്തോടൊപ്പം പ്രധാന പുരസ്കാരങ്ങളും സ്വന്തമാക്കിയാണ് ലോകകപ്പിന് സ്പെയിൻ തിരശീലയിട്ടത്. മെസ്സിയെ മറികടന്ന് ഈ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരം സ്പെയിന്റെ ക്യാപ്റ്റനും മിഡ്ഫീൽഡ് ജനറലുമായ റോദ്രി സ്വന്തമാക്കി. മധ്യനിരയിൽ കളി നിയന്ത്രിക്കാനും പ്രതിരോധത്തിന് കരുത്തു പകരാനും റോദ്രി പ്രകടമാക്കിയ അസാധാരണ മികവാണ് ടൂർണമെന്റിലെ മികച്ച താരമെന്ന പദവിക്ക് അർഹനാക്കിയത്. മികച്ച ഗോൾ കീപ്പർക്കുള്ള ഗോൾഡൻ ഗ്ലൗ പുരസ്കാരവും സ്പാനിഷ് സംഘത്തിലേക്ക് തന്നെ എത്തി. സ്പാനിഷ് ഗോൾ വല കാത്ത ഉനായ് സിമോണാണ് ഈ നേട്ടം കൈവരിച്ചത്. ടൂർണമെന്റിലുടനീളം ഒരു ഗോൾ മാത്രം വഴങ്ങി 7 മത്സരങ്ങളിൽ ക്ലീൻ ഷീറ്റ് നിലനിർത്തിയാണ് സിമോൺ ഗോൾഡൻ ഗ്ലൗവിൽ മുത്തമിട്ടത്. യുവതാരങ്ങളുടെ നിരയിൽ വിസ്മയമായി മാറിയ സ്പെയിന്റെ 19-കാരൻ പ്രതിരോധ താരം കുബാർസിയാണ് ബെസ്റ്റ് യങ് പ്ലെയർ. സെമി ഫൈനലിൽ സ്പെയിനോട് പരാജയപ്പെട്ടെങ്കിലും ഫ്രാൻസിന്റെ സൂപ്പർ താരം കിലിയൻ എംബാപ്പെ ടൂർണമെന്റിൽ 10 ഗോളുകൾ നേടി ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്നവനുള്ള ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കി. കിരീട നേട്ടത്തോടൊപ്പം പ്രധാന പുരസ്കാരങ്ങളെല്ലാം തങ്ങളുടെ ക്യാമ്പിലെത്തിച്ച് 2026 ലോകകപ്പിൽ പൂർണ്ണാധിപത്യം സ്ഥാപിച്ചിരിക്കുകയാണ് സ്പെയിൻ. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18.
അർജന്റീനയ്ക്കും ലയണൽ മെസ്സിക്കും വീണ്ടും കണ്ണീർ വേദിയായി ന്യൂജേഴ്സിയിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയം. തുടർച്ചയായ രണ്ടാം ഫൈനലിലാണ് മെസ്സിയും അർജന്റീനയും മെറ്റ്ലൈഫിൽ തോൽവി അറിയുന്നത്. 2016 കോപ്പ അമേരിക്ക ഫൈനലിൽ തോറ്റ ശേഷമായിരുന്നു മെസ്സിയുടെ വിരമിക്കൽ പ്രഖ്യാപനം. കിരീടം നിലനിർത്താൻ വേണ്ടി മാത്രമായിരുന്നില്ല മെസ്സിയും സംഘവും ഇക്കുറി മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ ഇറങ്ങിയത്. 10 വർഷം മുൻപ് കോപ്പ അമേരിക്ക ടൂർണമെന്റിന്റെ ശതാബ്ദി പതിപ്പിന്റെ ഫൈനലിൽ തോറ്റുമടങ്ങിയ അർജന്റീന വീണ്ടും തോൽവിയുടെ കൈപ്പറിഞ്ഞു ന്യൂജേഴ്സിയിൽ. അന്ന് ഫൈനലിൽ തോറ്റതിനു പിന്നാലെ മെസ്സി വിരമിക്കൽ പ്രഖ്യാപനം നടത്തി. പിന്നീട് ആ തീരുമാനം തിരുത്തിയാണ് മെസ്സി തിരിച്ചെത്തിയതും ലോകവിജയം നേടിയതും. 4 അന്താരാഷ്ട്ര കിരീടങ്ങളാണ് മെസ്സി പിന്നീട് നേടിയത്. വീണ്ടും ലോകകപ്പിന്റെ ഫൈനലിൽ എത്തിയപ്പോൾ മെസ്സി കിരീടം നിലനിർത്തുമെന്ന് ആരാധകർ ഒന്നടങ്കം വിശ്വസിച്ചു. മെസ്സിയെ കണ്ണീരിലാഴ്ത്തിയ ഈ സ്റ്റേഡിയത്തിൽ വെച്ച് തന്നെ ലോക കിരീടമുയർത്തി ആ കടം വീട്ടും എന്ന് ആരാധകർ കരുതി. പക്ഷേ ഒരിക്കൽ കൂടി മെസ്സിക്ക് കാലിടറി. കാലം മധുര പ്രതികാരത്തിന് നൽകിയ ആ അവസരം നഷ്ടപ്പെടുത്തി ഫുട്ബോൾ ദൈവം. അങ്ങനെ വീണ്ടും മെറ്റ്ലൈഫിൽ മെസ്സിയുടെ കണ്ണീർ വീണു. ഒരു കാര്യം ഉറപ്പ്, ഈ സ്റ്റേഡിയവും ഇവിടത്തെ 2 തോൽവികളും അർജന്റീന ആരാധകർക്ക് മറക്കാനാകില്ല. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. അർജന്റീന തോറ്റതിന് നിരാശയിലാണ് കോഴിക്കോട്ടെ ഫുട്ബോൾ ആരാധകർ. സ്പെയിൻ മികച്ച കളിയാണ് പുറത്തെടുത്തതെന്ന് അവർ പറയുന്നു. MS ഗണേഷ് കുമാറിന്റെ റിപ്പോർട്ട് കാണാം. അങ്ങനെ ലോക ഫുട്ബോളിലെ അർജന്റീനയുടെ തേരോട്ടം അവസാനിച്ചിരിക്കുന്നു. സ്പെയിൻ ഏകപക്ഷീയമായ 1 ഗോളുകൾക്ക് അർജന്റീനയെ തകർത്ത് വിജയം കൈവരിച്ചിരിക്കുന്ന കാഴ്ച. അങ്ങേയറ്റം പ്രതിരോധാത്മക ഫുട്ബോളാണ് ഇന്ന് അർജന്റീന നടത്തിയത്. എന്നാൽ സ്പെയിൻ ആവട്ടെ തുടക്കം മുതൽ തന്നെ അർജന്റീനയുടെ ഗോൾ മുഖത്ത് നിരന്തരം ആക്രമണങ്ങൾ അഴിച്ചുവിടുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. അർജന്റീനയ്ക്ക് സ്പെയിനിന്റെ ഗോൾ മുഖത്തേക്ക് പോലും എത്തി നോക്കാൻ പലപ്പോഴും കഴിഞ്ഞിരുന്നില്ല എന്നതാണ് വാസ്തവം. തോറ്റൊരു സങ്കടമുണ്ട്, പക്ഷെ എന്നാലും കളിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമില്ല. ഗോൾ പോസ്റ്റിലേക്ക് ഗോൾ പോലും എത്തിക്കുന്നുണ്ടായില്ല അല്ലേ? ഇനി അർജന്റീന ശക്തരായി തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ജയിക്കേണ്ട കളി തന്നെയാണ് കളിച്ചത്. അവര് മാത്രമേ കളിച്ചിട്ടുള്ളൂ. അർജന്റീന ഒന്നും കളിച്ചിട്ടല്ല, ഫോമിലല്ല. അടിപൊളി അടിപൊളി അടിപൊളി, ഇങ്ങനെ തന്നെ വേണം. ഒരു കളി ബോളാണ് അർജന്റീന കളിച്ചത്. ഹറാം ബോൾ. ഒരു അറ്റംപ്റ്റ് പോലും ഇല്ല, പ്രോപ്പർ അറ്റംപ്റ്റ് ഇല്ല. ലാസ്റ്റിലാണ് കളിച്ചത്. ജയിച്ചു വന്നത് കാണാൻ. ഒരു ഗോൾ ഒരു പോസ്റ്റിലേക്ക് അടിക്കാൻ പോലും ഒരു ഷോട്ടോ കളിന്റെ റിസൾട്ട് ഉറപ്പായിരുന്നു. ജയിക്കുന്ന 100% ഉറപ്പാണ്. പിന്നെ ആകെ റഫറിന്റെ ഒരു ഗോള് 100% ഉറപ്പാണ്. ഗോള് പോയില്ലേ, അതുകൊണ്ട് ജയം ഉറപ്പായിരുന്നു. 100% അറിയിക്കുന്ന വിജയം, 100% കളിച്ച് നേടിയ വിജയം. അർജന്റീന ആരാധകരെ കാണാൻ പോലില്ല. ഇവിടെ സ്പാനിഷ് ഫാൻസിനല്ലാതെ ആർക്കും അർജന്റീനയെ കുറ്റപ്പെടുത്താൻ അവകാശമില്ല. കാരണം പോസ്റ്റിലേക്ക് ഗോൾ അടിക്കാൻ പോലും പറ്റിയിട്ടില്ല. ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. കുഴപ്പമൊന്നുമില്ല, നല്ലോണം കളിച്ചില്ല അവരെല്ലാവരും. അതൊന്നും കുഴപ്പമില്ല. അല്ല, പോസ്റ്റിലേക്ക് ഗോൾ എത്തിക്കാൻ പോലും പറ്റിയില്ല. അർജന്റീനയ്ക്ക് ഒരു നല്ല ഷോട്ട് പോലും അടിക്കാൻ പറ്റിയില്ല. ഓക്കെ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. അവരെങ്ങനെ കളിച്ചു? അതെ, നല്ലോണം കളിച്ചിട്ടുണ്ടായിരുന്നു. അർജന്റീന വളരെ മോശം പ്രകടനം, വളരെ മോശമായിരുന്നു അല്ലേ? പോസ്റ്റിലേക്ക് ഒരു ഗോൾ പോലും എത്തിക്കാൻ പറ്റില്ല. കളിച്ചിട്ടില്ല, ഒട്ടും കളിച്ചില്ല. കളിച്ചാലല്ലേ ജയിക്കുള്ളൂ. കളിച്ചില്ല, ആരും കളിച്ചില്ല, അതാണ് സത്യം. അല്ല, അർജന്റീന കളിച്ചില്ല. ഗോളി മാത്രമേ കളിച്ചുള്ളൂ. ഗോളിന്റെ ഒരു കഴിവോട് കൂടിയിട്ടാണ് ഇത്രയും രക്ഷപ്പെട്ടത്. ഒന്ന് ഗോളിലേക്ക് അറ്റംപ്റ്റ് പോലും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നടക്കുക? 90 മിനിറ്റിൽ ഒരു അറ്റംപ്റ്റ് പോലും ഉണ്ടായിട്ടില്ല. പിന്നെ എങ്ങനെ ഗോളാവും? അറ്റംപ്റ്റ് ചെയ്യാണ്ട് ഗോളാവില്ലല്ലോ. മറിച്ച് സ്പെയിൻ അപ്പുറത്തിട്ട് 20 അറ്റംപ്റ്റ് നടത്തി. അതിലേതെങ്കിലും ഒരെണ്ണം ഗോളാവും നമുക്ക് ഉറപ്പായിരുന്നു. പക്ഷെ മാർക്കേഴ്സ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോയത്. സ്പെയിൻ ടീമാണോ?
അർജന്റീന തീരെ മോശമായി കളിച്ചത് അല്ലേ? എന്താ തോന്നുന്നേ? നിങ്ങളൊക്കെ സ്പെയിൻകാരാണോ? അർജന്റീന തോക്കുന്ന കാണാൻ വന്നായിരിക്കും. ഞാൻ കഴിഞ്ഞ കളിയിൽ സ്പെയിൻ തോക്കുന്ന പറഞ്ഞ് സ്പെയിൻ തോക്കി. നിങ്ങളൊക്കെ ശരിക്കും സ്പെയിനായിട്ട് സ്പെയിൻ ആയതാണോ അതോ പോർച്ചുഗലുകാരും ബ്രസീലായിരുന്നു? അങ്ങനെ ഇവരുടെ കൂടെ കൂടി. അതെ. അപ്പൊ എന്തായാലും സന്തോഷമായി കണ്ടപ്പോ. എങ്ങനെയുണ്ടായിരുന്നു? സ്പെയിൻ തോക്കി, അത്രേ ഉള്ളൂ. സ്പെയിൻ തോക്കുന്ന സ്പെയിൻ തോക്കി. കളി ഫുള്ള് കളിച്ച സ്പെയിനാണ്. സ്പെയിൻ്റെ ടൈമിലെ ഫുള്ള് ഗോൾ ഉണ്ടായിരുന്നു. കളിച്ച സ്പെയിനാണ്. അർജന്റീന ഒന്നും ഇല്ലാതായി പോയി. അർജന്റീന ആകെ 10-20% ഗോളാല കാലിൽ കിട്ടിയിട്ടുള്ളൂ. ഗോള് കിട്ടിയിട്ട് പോലുമില്ല കയ്യില്. ഗോള് കയ്യിൽ തന്നെ കിട്ടിയില്ല. മെസ്സി അങ്ങേയറ്റം നിറം മങ്ങിയ ഒരു പ്രകടനമാണ്. എന്നാൽ മറുവശത്ത് യമാലും സംഘവും വളരെ ശക്തമായി തന്നെ അർജന്റീനൻ ഗോൾ മുഖത്ത് നിരന്തരം ആക്രമങ്ങൾ അഴിച്ചുവിടുന്ന കാഴ്ച. അത്തരത്തിൽ നീണ്ട പ്രസിംഗിനൊടുവിൽ കൃത്യമായി തന്നെ ഗോൾ വലയിലെത്തിക്കാൻ അവർക്ക് കഴിയുകയും ചെയ്തു. ഒരുപക്ഷെ മാർട്ടിനസ് കുറച്ചുകൂടി ദുർബലമായി പോയെങ്കിൽ ഇതിൽ കൂടുതൽ ഗോളുകൾ നിശ്ചിത സമയത്ത് തന്നെ ഒരുപക്ഷെ സ്പെയിന് നേടാൻ കഴിയുമായിരുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും അർജന്റീനൻ ആരാധകർക്ക് ഒരു ദുരന്ത ദിനമായി തന്നെ ഇന്നത്തെ ഫൈനൽ മാറിയിരിക്കുന്നു. അർജന്റീനയുടെ വിജയം പ്രതീക്ഷിച്ചെത്തിയ ആരാധകർക്ക് നിരാശയായിരുന്നു. കൊച്ചിയിലും അവിടെ സ്പെയിൻ മികച്ച പ്രകടനം നടത്തിയെന്ന് ഇഷ്ട ടീം തോറ്റുവെന്നും നിരാശയൊക്കെ ഉണ്ടെന്നൊക്കെ ആരാധകർ പറഞ്ഞു ഒഴിഞ്ഞു. മെസ്സി ഇനിയും കളി തുടരുമെന്നുള്ള വിശ്വാസത്തിലാണ് പലരും. എന്നാലും മത്സരം സ്പെയിൻ കൊണ്ടുപോകുന്നു. വലിയ രീതിയിൽ അർജന്റീനയ്ക്ക് ആരാധകരുള്ള ഒരിടമാണ് കേരളം. അതുകൊണ്ട് വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നു. നല്ല കളി, സ്പെയിൻ സൂപ്പറായിട്ട് കളിച്ചു. അതാണ് എന്തായാലും സ്പെയിന്റെ മത്സരം മികച്ചതായിരുന്നു എന്ന് തന്നെ. എങ്ങനെയുണ്ടായിരുന്നു കളി? മോശമായിരുന്നു അർജന്റീന. പൊതുവിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു അല്ലേ? പ്രതീക്ഷിച്ചിരുന്നു കപ്പ് എടുക്കുന്നതാണ് പ്രതീക്ഷ. പക്ഷെ കളി വളരെയധികം നമ്മൾ പ്രതീക്ഷിച്ച പോലെ ആയിപ്പോയില്ല. ആ രീതിയിലായില്ല അല്ലേ? അതെ. എങ്ങനെയുണ്ട്? നിരാശയിപ്പോയോ? റെഫറി കാശ് പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു കളിയാണ് കണ്ടത്. കാര്യം രണ്ടാമത്തിലെ യെല്ലോ കാർഡ് കൊടുക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. അടി ഡയറക്റ്റ് ഫൗളും ഇല്ല, ഇൻഡയറക്റ്റ് ഫൗളാണ്. അപ്പൊ കാശ് മേടിച്ച് കളിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്പെയിനിൽ 10 പേരായിട്ട് കളിക്കാൻ ഒരിക്കലും അർജന്റീനക്ക് പറ്റില്ലെന്ന് നമുക്കറിയാലോ. അല്ലെങ്കിൽ തന്നെ ഡിഫൻസിലേക്ക് നിന്നിട്ടാണ് കളിച്ചോണ്ടിരുന്നത് വെച്ച്. അപ്പൊ റെഫറി നല്ല രീതിയിൽ കാശ് മേടിച്ചിട്ടുണ്ട്. അതാണ് റെഫറിയുടെ ഏറ്റവും വലിയ വാല്യൂ. എന്തായാലും പല അഭിപ്രായങ്ങളും. സ്പെയിനും നല്ലോണം കളിച്ച് കിട്ടില്ല കളി. നല്ലായിരുന്നു. ആണോ? ഏതായാലും കഴിഞ്ഞിറങ്ങിയാണോ? ഭയങ്കര വിഷമായി. ലാസ്റ്റിങ് ഇറങ്ങി മെസ്സിക്ക് വേണ്ടി മരിക്കുമായിരുന്നു. ഭയങ്കര വിഷമം എന്നാ പറയാം. ഭയങ്കര. പക്ഷേ സ്പെയിൻ ഡിസൈവ് ചെയ്യുന്നുണ്ടായിരുന്നു. അവർ നന്നായിട്ട് കളിച്ചു. പക്ഷേ മെസ്സി ഇവിടെ അർജന്റീന ഗോളി സൂപ്പർ. അല്ലെങ്കിൽ ഒരുപാട് നേരത്തെ അടിച്ചേനെ. നേരത്തെ കളി തീർന്നേനെ. അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ സമ്മതിക്കണം. പക്ഷെ ഭയങ്കര ഒരു ഹാർട്ട്, ഭയങ്കര ഒരു പെയിനാ. സോറി. മെസ്സി ജീവനാ. കാരണം എന്റെ മകൻ ഫുട്ബോൾ പ്ലെയറാണ്. ഹൈദരാബാദിലുള്ള മെസ്സിയെ കണ്ടു ഹൈദരാബാദിൽ വന്നപ്പോഴേ നേരിട്ട്. മകനും മരുമകളും ഫുട്ബോൾ പ്ലെയറാണ് രണ്ടുപേരും. മെസ്സി ആരാധകർ അവര് പിരിഞ്ഞു പോകുന്നില്ല. വലിയ സങ്കടത്തോടു കൂടി തന്നെയാണ് പോകുന്നത്. കാരണം വലിയ രീതിയിൽ വിജയം നേടുമെന്നുള്ള ഒരു പ്രതീക്ഷയ്ക്കായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത്. അത് മാറുന്നു എന്നതാണ്. വലിയ പ്രതീക്ഷയോടെ ആ സ്റ്റേഡിയത്തിൽ ഇവിടേക്ക് കളി കാണാൻ ബിഗ് സ്ക്രീനിലേക്ക് എത്തിയവരെല്ലാവരും തന്നെ ഇറങ്ങുന്നു. എന്തായി? സങ്കടമായോ? വളരെ സങ്കടമായി. എങ്ങനെയാണ് മനസ്സിലായി? സ്പെയിൻ ഡിസർവിംഗ് ആയിരുന്നു. ഡിസർവിംഗ് ആണ്. കുഴപ്പമില്ല. ഞങ്ങൾ കഴിഞ്ഞ കപ്പ് അടിച്ചല്ലേ. ഫൈനൽ എത്തിയ സന്തോഷമുണ്ട്. ഞാൻ അർജന്റീന എത്തിയൊരു സന്തോഷമുണ്ട്. ഒരു വേൾഡ് കപ്പ് കിട്ടും വിചാരിച്ചു. സാരില്ല. സ്പെയിൻ ഡിസർവിംഗ് ആയിരുന്നു. അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. മെസ്സിക്ക് ഇനിയും കളിക്കാം. ആൾഫോം തന്നെയാണല്ലോ. അപ്പൊ ഞങ്ങള് അർജന്റീന വിരുദ്ധ ബ്രസീൽ, ഇംഗ്ലണ്ട്, പോർച്ചുഗീസ് എല്ലാരും കൂടി ഞങ്ങളുടെ സ്പെയിനെ ജയിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ഒരു മുന്നണി ജയിക്കുന്നു എന്നുള്ളൊരു സന്തോഷമുണ്ടോ? അല്ലെ, ശരിക്കും ഇന്നത്തെ കളി നോക്കിയാൽ വൺ സൈഡഡ് അല്ലേ. ഏറ്റവും നല്ല കളി കളിച്ചത്, നല്ല പാസിംഗ് ഗെയിം കളിച്ചത് സ്പെയിൻ തന്നെയാണ്. അപ്പോ തീർച്ചയായിട്ടും മെസ്സിക്ക് അഭിമാനിക്കാം. മെസ്സി കുളിപ്പിച്ചൊരു പയ്യൻ
മെസ്സിയുടെ കയ്യിൽ നിന്ന് ട്രോഫി ഉണ്ടായെന്ന് വിചാരിച്ചു. നല്ല കളി കളിച്ചു. നല്ല കളി. ഓക്കെ. എന്തായാലും എന്ത് തോന്നി കളി? അർജന്റീന ഇത്രയും വൃത്തികെട്ട കളി ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അർജന്റീനയുടെ എത്ര ഫൗളായിരുന്നു കളിച്ചിരുന്നത്. അത് അർഹതപ്പെട്ട കളിയാണ്. സ്പെയിൻ ജയിക്കേണ്ടത് തന്നെയാണ്. സ്പെയിൻ ആരാധകർ വരുമ്പോ തോന്നിയിരുന്നു 38 ദിവസം മുമ്പ് തുടങ്ങിയതാണ് ജയിക്കും എന്ന് പറയുന്നത്. ഇന്ന് ജയിച്ച് അടിപൊളി കളി, ഒന്നും പറയാനില്ല. നല്ല ബാക്കി ഫാൻസ് ഒക്കെ പോണണ്ട. എന്തായാലും കൂടുതൽ നിശബ്ദത തന്നെയാണ്. കാരണം വലിയ രീതിയിൽ അർജന്റീനിയൻ ആരാധകരെല്ലാം തന്നെയാണ് ഇവിടേക്ക് എത്തിയിരുന്നത്. എണ്ണത്തിൽ വളരെ കുറവായിരുന്നു സ്പെയിൻ ഫാൻസ് എന്നെല്ലാം തന്നെ പറയുന്നത്. പക്ഷെ ഇപ്പോൾ ഒരു മികച്ച മത്സരം കണ്ട ഒരു സന്തോഷത്തിലാണ് പോകുന്നത്. മികച്ച കളി തന്നെയാണ് സ്പെയിൻ പുറത്തെടുത്തതെന്ന് അർജന്റീനിയൻ ആരാധകരും തന്നെ പറയുകയും ചെയ്യുന്നു. ഏതായാലും ലോകകപ്പ് മത്സരങ്ങൾ അവസാനിക്കുമ്പോൾ മെസ്സിയുടെ ഒരു വിടവാങ്ങൽ മത്സരമായിരുന്നോ ഇതെന്ന ഒരു സന്ദേഹം എല്ലാവരിലും ബാക്കി നിൽക്കുന്നു. എന്തായാലും ലോകകപ്പിന്റെ ഒരു ആവേശം ഒരു മാസക്കാലം നിറഞ്ഞു നിന്നിരുന്നു എന്നത് നിസ്സംശയം പറയാം. ബിഗ് സ്ക്രീനുകൾ, അതോടൊപ്പം തന്നെ പലയിടങ്ങൾ, ക്ലബ്ബുകൾ, എല്ലായിടങ്ങളിലും പ്രദർശനം നടന്നിടങ്ങളിലെല്ലാം തന്നെ വലിയ ആരാധകരാണ്, കാഴ്ചക്കൂട്ടമാണ് എത്തിയത്. അങ്ങനെ ഒരു കളി ആരവത്തിന് കൂടെ സമാപനമാകുന്നു. മികച്ച മത്സരം കണ്ടതിന്റെ സന്തോഷത്തോടെ ആരാധകരും മടങ്ങുകയാണ്. ക്യാമറമാൻ കെ പി ദാനേഷിനൊപ്പം ജാനി പോൾ, ന്യൂസ് 18 കൊച്ചി. അപ്പോൾ കഴിഞ്ഞ 39 ദിവസങ്ങളായി പ്രേക്ഷകർക്ക് മുന്നിലുണ്ടായിരുന്ന ഫുട്ബോളും ഇവിടെ വിട പറയുകയാണ്. ലോകകപ്പിലെ നല്ല നിമിഷങ്ങൾ, നല്ല കാഴ്ചകളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ കഴിഞ്ഞതിലെ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് നമസ്കാരം. അപ്പോൾ ഫുട്ബോൾ വിശേഷങ്ങളിൽ നിന്ന് നമുക്ക് പശ്ചിമേഷ്യയിലേക്ക് ഒന്ന് പോകണം. അവിടെ തുടർച്ചയായ 9ാം ദിവസവും ഇറാനിൽ ബോംബ് വർഷമുണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഡാർക്കോവിൻ ആണവ നിലയമടക്കം, അതായത് ആണവ നിലയത്തെ പോലും ആക്രമിക്കാൻ അമേരിക്ക മടിക്കുന്നില്ല. ജോർദാൻ ആക്രമണത്തിന് തിരിച്ചടി എന്നാണ് ഇതിനെ അമേരിക്ക വിശേഷിപ്പിക്കുന്നത്. മിസൈൽ, ഡ്രോൺ, റഡാർ സംവിധാനങ്ങൾ ഇറാന്റെ പൂർണ്ണമായും തകർത്തു എന്നാണ് ഇപ്പോൾ അമേരിക്കയുടെ അവകാശവാദം. അമേരിക്കൻ സൈനിക താവളത്തിന് നേരെ ജോർദാനിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടിയാണ് എന്ന് US ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നു. ഇറാനിൽ നിർമ്മാണം നടക്കുന്ന ആണവ നിലയമാണ്, ഓർക്കണം, ആക്രമണം നടത്തിയെന്ന് അമേരിക്ക അറിയിക്കുന്നത്. ഡാർക്കോവിൻ ആണവ നിലയം എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഒന്നാണ്. തൽക്കാലം ആണവ വികിരണം ഉണ്ടായിട്ടില്ല എന്നുള്ള ആശ്വാസകരമായ ഒരു കാര്യമുണ്ട്. എങ്കിൽ പോലും വ്യാപകമായ മിസൈൽ ബോംബിംഗ് നടന്നു. തീരനിരീക്ഷണ സംവിധാനങ്ങൾ, റഡാറുകൾ, നാവിക സംവിധാനങ്ങൾ, മിസൈൽ, ഡ്രോൺ കേന്ദ്രങ്ങൾ എന്നിവ തകർത്തു എന്നാണ് അമേരിക്ക പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളും അമേരിക്ക പുറത്തുവിട്ടു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം കൂടിയുണ്ട്. മനു ഭരത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. മനു, എണ്ണ ശുദ്ധീകരണ ശാലകൾ, പവർ ഗ്രിഡുകൾ ആക്രമിക്കപ്പെട്ടു. ഇറാനിലെ പല പ്രമുഖ നഗരങ്ങളും ഇരുട്ടിലാണ് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. അത് മാത്രമല്ല, ആണവ നിലയത്തിന് നേരെ പോലും വ്യോമാക്രമണം ഉണ്ടാകുന്ന സാഹചര്യമാണ്. ഉപഗ്രഹ ചിത്രങ്ങളടക്കം പുറത്തു വന്നിരുന്നുണ്ട്. എന്താണ് പ്രധാനപ്പെട്ട വിവരങ്ങൾ? രഞ്ജിത്ത്, ഈ ആണവോർജ്ജ കേന്ദ്രങ്ങളാണ് പ്രധാനമായും ആക്രമിക്കപ്പെട്ടത് ഒരു ആശങ്ക പടർത്തുന്നത്. ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി ഇത് സംബന്ധിച്ചുള്ള നിരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. ദാർഹോവിനിൽ ആക്രമണം നടന്നു എന്ന് അമേരിക്ക സ്ഥിരീകരിക്കുന്നുണ്ട്. ദാർഹോവിനിൽ ഈ ആക്രമണത്തെ തുടർന്നാണ് ദാർഹോവിൻ നിലയത്തിലെ ആക്രമണത്തെ തുടർന്നാണ് ഇറാനിലെ പല കേന്ദ്രങ്ങളിലും ഇപ്പോൾ വൈദ്യുതി ബന്ധം തടസ്സപ്പെടുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അതുകൂടാതെ ഈ സാധാരണ ജനങ്ങൾ അധിവസിക്കുന്ന പ്രദേശത്തേക്ക് ആക്രമണം നടന്നതായുള്ള ചില പരാതികളും ഇറാൻ ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും പ്രത്യാക്രമണവും രൂക്ഷമാണ്. ജോർദാനിലേക്ക് പ്രത്യാക്രമണം നടന്നിരിക്കുന്നു. ബഹ്റിനിലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വിവരം ലഭിക്കുന്നത് അനുസരിച്ച് അവിടെയും ജാഗ്രതാ നിർദ്ദേശങ്ങൾ വന്നിരിക്കുന്നു. അവിടുത്തെ അമേരിക്കൻ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണ സാധ്യതയുണ്ട് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത്. ഏതായാലും മാർക്കോ റുബിയോ ഇത് സംബന്ധിച്ച് ചില പ്രസ്താവനകൾ ഇപ്പോൾ നടത്തിയത് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. മാർക്കോ റുബിയോ 2 അമേരിക്കൻ പൗരന്മാരുടെ മരണം സ്ഥിരീകരിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു ഡ്രോൺ കൈകാര്യം ചെയ്യുന്നതിനിടയിൽ അവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടായി. അതിലെ സ്ഫോടക വസ്തു നിർവീര്യമാക്കുമ്പോഴാണ് ഈ പൊട്ടിത്തെറി ഉണ്ടായി. അങ്ങനെ ഒരു US സൈനികനും മരിച്ചിട്ടുണ്ട്, ഒരാളെ കാണാതായിട്ടുണ്ട് എന്ന വിവരങ്ങൾ മാർക്കോ റുബിയോ ഇപ്പോൾ നൽകുന്നു. അങ്ങനെ നോക്കുമ്പോൾ 17 അമേരിക്കൻ സൈനികരാണ് ഈ ഫെബ്രുവരി 28-ന് ശേഷം
നടന്ന ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് എന്ന് വ്യക്തമായിട്ടുണ്ട്. 450ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതേസമയം ഇറാൻ്റെ ഭാഗത്തു നിന്ന് 50ഓളം പേരെയാണ് കൊല്ലപ്പെട്ടിട്ടുള്ള സൈനികർ. 500-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും തങ്ങൾക്കാണ് ഇപ്പോൾ മേൽക്കൈ എന്ന ഒരു അവകാശവാദം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാങ്ചി വ്യക്തമാക്കുന്നു. തങ്ങൾക്കാണ് ഇപ്പോൾ യുദ്ധമേഖലയിൽ മേൽക്കൈ എന്ന് ആണ് അറാങ്ചി പറയുന്നത്. IRN ന്യൂസ് ഏജൻസിക്കാണ് ഇപ്പോൾ അദ്ദേഹം ഇത് സംബന്ധിച്ചുള്ളൊരു വിവരം നൽകിയിട്ടുള്ളത്. ഇതിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം, ഈ യുദ്ധത്തിൻ്റെ അവസാനം പെട്ടെന്നുണ്ടാകില്ല, അത് പൂർണ്ണമായി ഒരു സൈനിക വിജയത്തിലൂടെ മാത്രമേ സാധ്യമാകൂ എന്നതാണ്. അപ്പോൾ ഇത് വലിയ ആശങ്കയ്ക്ക് വഴി നൽകുന്നു. നേരത്തെ വലിയ ചർച്ചകൾ പാകിസ്ഥാൻ്റെ മധ്യസ്ഥതയിൽ നടന്നിരുന്നു, സ്വിറ്റ്സർലാൻഡിൽ യോഗങ്ങൾ നടന്നിരുന്നു. അതെല്ലാം അപ്രസക്തമായി എന്ന് ഇറാൻ്റെ പരമോന്നത നേതാവ് ഉൾപ്പെടെ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അബ്ബാസ് അറാങ്ചിയുടെ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് അബ്ബാസ് അറാങ്ചിയുടെ ഒടുവിലത്തെ നിലപാട്, ഇതിൽ ചർച്ചകളിലൂടെ ഇത് പരിഹരിക്കാൻ കഴിയില്ല എന്ന ഒരു ശ്രുതിയാണ് അതിൽ നിന്ന് കേൾക്കുന്നത്. കാരണം ഇത് കംപ്ലീറ്റ്ലി ഒരു മിലിറ്ററി വിക്ടറിയിലൂടെ മാത്രമേ ഇത് അവസാനിക്കുന്നു, എന്ന് വെച്ചാൽ സൈനികമായ നടപടികളിലൂടെ ഇത് പര്യവസാനിക്കുമെന്നാണ് അബ്ബാസ് അറാങ്ചി പറയുന്നത്. അതിൽ പ്രധാനം ഇപ്പോൾ കടുത്ത ഭാഷയിൽ ഈ പ്രഹരത്തിന് കടുത്ത ഭാഷയിലുള്ള തിരിച്ചടിക്കുമെന്നാണ് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സിന്റെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് മനു. ഒപ്പം മിഡിൽ ഈസ്റ്റ് അതോടുകൂടി കൂടുതൽ കലുഷിതമായിരിക്കുകയാണ്. ഒപ്പം ആണവ ഊർജ്ജ ഏജൻസി, ഇതുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര ആണവ ഊർജ്ജ ഏജൻസി മൗനം വെടിയണം. കാരണം നേരത്തെ നമുക്കറിയാം ആയുധ കേന്ദ്രങ്ങളിലേക്ക് ഒക്കെ ആയിരുന്നു അമേരിക്ക ആക്രമണങ്ങൾ നടത്തിയിരുന്നത്, മിസൈൽ കേന്ദ്രങ്ങളിലേക്ക് മറ്റും. ഇപ്പോൾ ജനവാസ മേഖലയിലേക്കും ഈ ന്യൂക്ലിയർ കേന്ദ്രങ്ങളിലേക്കും ഒക്കെ ആക്രമണം നടത്തിയാൽ യുദ്ധത്തിൻ്റെ തലം മാറും. ഒപ്പം ഇറാൻ്റെ തിരിച്ചടി ഏതൊക്കെ തലത്തിലായിരിക്കും എന്നുള്ളത് നമുക്കറിയാനും സാധിക്കില്ല. അവരും നിലമറന്ന് മുന്നോട്ട് പോയാൽ വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകും. യെസ്, അതാണ് രഞ്ജിത്ത് സൂചിപ്പിച്ചത് പോലെ തന്നെയുള്ള വിവരങ്ങളാണ് അവിടെ നിന്ന് പുറത്തു വരുന്നത്. IRGC ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തുവിട്ടിരിക്കുന്ന ഒരു വിവരമനുസരിച്ച് കുവൈറ്റിൽ അവിടുത്തെ US മിലിറ്ററി കേന്ദ്രങ്ങൾ ആക്രമിച്ചിരിക്കുന്നു. അലി അൽ സലീം എയർബേസ് ആണ് കുവൈറ്റിൽ ആക്രമണത്തിന് വിധേയം ആയിരിക്കുന്നത് എന്നാണ് IRGC വ്യക്തമാക്കുന്നത്. ഡ്രോൺ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത്. അവിടുത്തെ റഡാർ സിസ്റ്റം തകർത്തിരിക്കുന്നു. അതുപോലെ തന്നെ മറ്റ് ഈ ഏവിയേഷൻ ഉപകരണങ്ങളും സൂക്ഷിക്കുന്ന ഒരു വെയർഹൗസ് തകർത്തിരിക്കുന്നു. US MQ-9 ഡ്രോണുകളെ US MQ-9 ഡ്രോണുകൾ വെച്ചിട്ടുള്ള ഈ ഹാങ്ങറുകൾ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഈ കുവൈറ്റിലെ പല കേന്ദ്രങ്ങളിലും ആക്രമണം നടന്നിരിക്കുന്നു. ഈ ബുഷൈർ ആണവ നിലയത്തിന് നേരത്തെ ഒരു ആക്രമണം ഉണ്ടായിരുന്നു. ബുഷൈർ നമുക്കറിയാം, BNPP എന്ന് പറയുന്നത് ഇറാനിലെ ആദ്യത്തെ ഒരു കമേർഷ്യൽ ആറ്റോമിക് കേന്ദ്രമാണ്. അപ്പോൾ പ്രധാനമായും വൈദ്യുതിക്ക് ഇറാൻ ആശ്രയിക്കുന്ന 2 കേന്ദ്രങ്ങൾ, ഒന്ന് ദാർഹോവിനും ഒന്ന് ഈ ബുഷൈറുമാണ്. ബുഷൈറിൽ ആക്രമണം നടന്നത് വലിയ തോതിൽ ഇറാൻ്റെ പല പ്രദേശങ്ങളെയും ഇരുട്ടിലാക്കി. ദാർഹോവിനിലാകട്ടെ അത് നിർമ്മാണത്തിലിരിക്കുന്ന ആണവ കേന്ദ്രമാണ്. അവിടുത്തെ പല പ്ലാന്റുകളിൽ വന്നിട്ടുള്ള ആക്രമണം ഏതെങ്കിലും തരത്തിലുള്ള ഈ ആണവ വികേന്ദ്രീകരണത്തിനൊക്കെ ഇടവയ്ക്കുമോ എന്ന ആശങ്ക വലിയ തോതിൽ ഉയരുകയാണ്. ഏതായാലും ബഹ്റിനിലേക്ക് ഇതിപ്പോൾ എയർ സൈറൻസ് മുഴങ്ങുന്നു. ബഹ്റിനിൽ അവിടെ ആക്രമണം നടന്നേക്കാനുള്ള സാധ്യതയുണ്ട് എന്ന വിവരങ്ങൾ വരുന്നു. ബഹ്റിൻ്റെ മിനിസ്ട്രി ഓഫ് ഇൻറ്റീരിയർ പറയുന്നതനുസരിച്ച് അവിടുത്തെ പൗരന്മാരോട് ജാഗ്രത പുലർത്താൻ നിർദ്ദേശിക്കുന്നു. അവിടുത്തെ താമസക്കാർ ജാഗ്രത പുലർത്തണം. ഒപ്പം തന്നെ യാതൊരു തരത്തിലും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല. പരമാവധി സേഫായിട്ടുള്ള സുരക്ഷിതമായ താവളങ്ങളിലേക്ക് മാറണമെന്ന ഒരു നിർദ്ദേശം ബഹ്റിൻ നൽകുന്നു. അതോടൊപ്പം തന്നെ ഇറാൻ ഈ ശക്തമായ ഒരു ആക്രമണം തങ്ങൾ തുടരെ നടത്തും എന്ന പ്രഖ്യാപനം നിർത്തുന്നുമില്ല. മാർക്കോ റൂബിയോയുടെ പ്രഖ്യാപനമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നത് ആശങ്കപ്പെടുത്തുന്നത്. അത് യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ സംബന്ധിച്ചല്ല, മറിച്ച് തങ്ങളുടെ നഷ്ടപ്പെട്ട സൈനികരുടെ കാര്യം, അവരുടെ ആത്മാഭിമാനം സംരക്ഷിക്കുന്നതിനായി കൂടുതൽ ശക്തമായി തിരിച്ചടിക്കും എന്ന നിലപാട് തന്നെ മാർക്കോ റൂബിയോയും ഇപ്പോൾ വ്യക്തമാക്കുന്നു. ഡൊണാൾഡ് ട്രംപും കഴിഞ്ഞ ദിവസം ഇതേ രീതിയിലുള്ളൊരു പ്രതികരണം നടത്തിയിരുന്നു. ശക്തമായ ആക്രമണം ഉണ്ടാകും എന്ന്. അത് ആണ് ഇപ്പോൾ നമുക്ക് അവിടെ നിന്ന് കേൾക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ സെൻട്രൽ കമാൻഡ്
പറയുന്നത് നോർത്തേൺ ഇറാഖിൽ അവർക്കൊരു സൈനികരെ നഷ്ടപ്പെട്ടു, ജോർദാനിൽ 2 സൈനികരെ നഷ്ടപ്പെട്ടു. നോർത്തേൺ ഇറാഖിൽ ഈ ഡ്രോൺ പരിശോധിക്കുന്നതിനിടയിലാണ് സൈനികൻ. പക്ഷേ അമേരിക്കയ്ക്ക് വലിയ നഷ്ടമുണ്ടാകുന്നുണ്ട്. ഇതിനിടയിൽ പുറത്തു വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം, ഇറാന്റെ ആണവ നിലയങ്ങളും പ്രധാന അടിസ്ഥാന സൗകര്യങ്ങളും ലക്ഷ്യമിട്ട് വരും ദിവസങ്ങളിൽ US വലിയ തോതിലുള്ള വ്യോമാക്രമണത്തിന് മുതിരുമെന്നുള്ളതാണ്. ഇതിനായി ഇപ്പോൾ അമേരിക്ക ഉപയോഗിക്കുന്നത് ഇസ്രായേലിനെയാണ്. കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രിയിൽ സിറ്റുവേഷൻ റൂമിൽ ട്രംപിന്റെ നേതൃത്വത്തിൽ ഒരു ഉന്നതതല അടിയന്തര യോഗം ചേർന്നു. അവിടെ ശക്തമായ ആക്രമണം നടത്തുന്നുള്ള സൈനിക പ്ലാനുകൾ തയ്യാറാക്കി. ഹോർമുസ് കടലിടുക്കിന് ചുറ്റുമുള്ള നിലവിലെ പ്രാദേശിക ആക്രമണങ്ങൾക്കും അപ്പുറം ഇറാന്റെ ആഭ്യന്തര മേഖലകളെ നേരിട്ട് ലക്ഷ്യമിട്ടുള്ള വിപുലമായ പദ്ധതികൾ US പ്രതിരോധ വകുപ്പ് ഇപ്പോൾ പരിഗണിക്കുന്നുവെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതിന്റെ ഭാഗമായി ഇസ്രായേലിലേക്ക് ഡസൻ കണക്കിന് റീഫ്യൂവലിംഗ് വിമാനങ്ങൾ എത്തിക്കാൻ നീക്കം. അതായത് ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾ, ഭൂഗർഭ ആണവ ഗവേഷണ കേന്ദ്രങ്ങൾ, അതീവ സുരക്ഷിതമായ പിക് ആക്സ് മൗണ്ടൻ തുടങ്ങിയ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളെ തകർക്കുക എന്നാണ് ലക്ഷ്യം. മനു, ഇതിനകത്തൊരു പ്രധാന കാര്യമെന്ന് പറയുന്നത്, ഈ ദീർഘദൂര വ്യോമാക്രമണ ദൗത്യങ്ങളിൽ ഏർപ്പെടുന്ന B-52 ബോംബറുകൾ, F-35 സ്റ്റെൽത്ത് ഫൈറ്ററുകൾ എന്നിവയ്ക്ക് വഴിമധ്യേ തടസ്സമില്ലാതെ ആകാശത്ത് വെച്ച് തന്നെ ഇന്ധനം നിറയ്ക്കാനാണ് ഇപ്പോൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. കാരണം നമ്മൾ ഇസ്രായേൽ എപ്പോഴും അമേരിക്ക ഇപ്പോൾ പ്രധാന താവളമായി കാണുന്നതിന് ഒരു കാരണമുണ്ട്. കാരണം ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനം വളരെ വലുതാണ്. ഇപ്പോൾ ഇസ്രായേലിലെ ടെൽ അവീവിന് സമീപമുള്ള ബെൻഗുരിയൻ രാജ്യാന്തര വിമാനത്താവളത്തിലും തെക്കൻ ഇസ്രായേലിലെ റാമോൺ എയർബേസിലുമായി ഏതാണ്ട് 60ഓളം US ടാങ്കർ വിമാനങ്ങൾ നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒപ്പം ഡസൻ കണക്കിന് പുതിയ വിമാനങ്ങൾ കൂടി അവിടെ എത്തിക്കാനുള്ള സംവിധാനമുണ്ട്. കാരണം നമുക്കറിയാം, ഇപ്പോൾ ബഹ്റിനിലും കുവൈറ്റിലും അടക്കം, വലിയ ഖത്തറിലുമടക്കം അമേരിക്കയുടെ എയർബേസുകളിൽ ഇറാന്റെ വലിയ ആക്രമണങ്ങൾ നടക്കുന്നു. അവിടെ ഒരുപാട് നാശനഷ്ടമുണ്ടാകുമ്പോൾ തങ്ങളുടെ താവളം യഥാർത്ഥത്തിൽ ഇസ്രായേലിലേക്ക് മാറ്റുക എന്നതിന് പിന്നിൽ വലിയ ലക്ഷ്യമുണ്ട് ഈ അമേരിക്കയ്ക്ക് എന്നുള്ളതാണ്. അതിന് കാരണമെന്ന് പറയുന്നത്, അവിടെ കുറച്ചുകൂടി പ്രതിരോധ സംവിധാനങ്ങൾ, അയൺ ഡോം അടക്കമുള്ള സംവിധാനങ്ങൾ കുറച്ചുകൂടി ശക്തമാണ്. അത് ഈ പറഞ്ഞതുപോലെ ആ സംവിധാനങ്ങൾ ഉപയോഗിച്ചാൽ തങ്ങളുടെ നാശനഷ്ടം കുറയ്ക്കാം എന്നുള്ള ഒരു കാര്യം കൂടി അമേരിക്ക ലക്ഷ്യം വെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇസ്രായേലിനെ അവർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത്. അവിടുത്തെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, തങ്ങളുടെ അത്യാധുനിക വിമാനങ്ങൾ സുരക്ഷിതമാണ് എന്ന സെൻട്രൽ കമാൻഡ് വിലയിരുത്തലും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. എന്താണ് നമുക്ക് ഇനി പരിശോധിക്കേണ്ടത്? എന്താണ് ഈ പിക്കാക്സ് മൗണ്ടൻ എന്നുള്ളതാണ്. അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം തന്ത്രപ്രധാനമായ ഒരു മേഖലയാണ്. അമേരിക്കയുടെ അതിശക്തമായ ബോംബിങ്ങിന് പോലും തകർക്കാൻ പറ്റാത്ത ഒരു മേഖലയാണ് ഈ പിക്കാക്സ് മൗണ്ടനുകളിൽ ഇറാൻ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ട്രംപ് തുടർച്ചയായി ഈ പിക്കാക്സ്, നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന മൗണ്ടൻ്റെ ഒരു രേഖാചിത്രമാണത്, അത് ട്രംപ് തകർക്കുമെന്ന് തുടർച്ചയായി ഭീഷണി ഉയർത്തുന്നുണ്ട് എങ്കിൽ പോലും ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അത് അത്ര എളുപ്പമുള്ള ഒന്നല്ല. അമേരിക്കയെ വെല്ലുവിളിക്കുന്ന ഇറാന്റെ ഭൂഗർഭ കോട്ടയായി ഈ പിക്കാക്സിനെ നമുക്ക് വിശേഷിപ്പിക്കാം. ഇറാന്റെ പ്രത്യാക്രമണ ശേഷിയുണ്ട്. കാരണം ട്രംപ് പറയുന്നത് ഇറാന്റെ ശേഷി ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതാക്കി, ചിലപ്പോൾ പറയും 80% ഇല്ലാതാക്കി എന്ന് പറയും. പക്ഷേ അപ്പോഴും അമേരിക്കയുടെ കേന്ദ്രങ്ങളിലേക്ക് ഇറാന് വലിയ തോതിൽ മിസൈൽ ആക്രമണം നടത്താനുള്ള കപ്പാസിറ്റി എവിടെ നിന്ന് വരുന്നു എന്നുള്ളതാണ് ഇവരെയൊക്കെ അമ്പരപ്പെടുത്തുന്നത്. ഇതിന് പ്രധാനമായും അമേരിക്കയുടെ ഭൂഗർഭ സൈനിക താവളങ്ങളാണ്, ഇറാന്റെ ഭൂഗർഭ സൈനിക താവളങ്ങളാണ് ഇറാനെ സഹായിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ടെഹ്റാന് തെക്കുള്ള പിക്കാക്സ് മൗണ്ടൻ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി നമ്മൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു പ്രതിരോധ വിദഗ്ധർ. 100 കണക്കിന് മീറ്റർ ഉയരമുള്ള കരിങ്കൽ മലകൾക്കുള്ളിലേക്ക് ആഴത്തിൽ തുരന്നുണ്ടാക്കിയ കൂറ്റൻ ടണൽ കോംപ്ലക്സുകളാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് വലിയ തോതിൽ ആയുധങ്ങളും മിസൈലുകളും മറ്റും ഇവിടെ സംഭരിച്ചിട്ടുണ്ട്. US-ന്റെ ഏറ്റവും മാരകമായ ബോംബുകൾക്ക്, അതായത് ബങ്കറുകൾ പോലും തകർക്കാൻ പറ്റുന്ന മാരകമായ ബോംബുകൾക്ക് പോലും ഈ പ്രദേശങ്ങളിലേക്ക് കടന്നു ചെല്ലുക അത്ര എളുപ്പമല്ല. അത്ര അതീവ സുരക്ഷിതമായാണ് ഈ ഭൂഗർഭ കേന്ദ്രങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ അതീവ രഹസ്യമായ യുറേനിയൻ സമ്പുഷ്ടീകരണം പോലും ഇവിടെ നടക്കുന്നുണ്ട്. ഒപ്പം മിസൈൽ നിർമ്മാണവും നടക്കുന്നുണ്ട് എന്നാണ് പ്രതിരോധ വിദഗ്ധരുടെ ഇപ്പോഴത്തെ കണ്ടെത്തൽ. അത് മാത്രമല്ല, ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം മറ്റു പ്രധാന കാര്യം, ഇറാന്റെ സൈനിക ശേഷി രാജ്യമെമ്പാടും ഇങ്ങനെ വ്യാപിച്ചു കിടക്കുകയാണ്. പല മേഖലകളിലാണ്. ഒരു സ്ഥലത്ത് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടല്ല
ഇറാന്റെ സൈനിക ശേഷിയും സംഭരണവും ഒക്കെ ഉള്ളത്. അത് വളരെ പ്രധാനമാണ്. അമേരിക്ക പല സ്ഥലങ്ങളിലും ആക്രമിക്കുമ്പോൾ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ഇറാന് പ്രതിരോധിക്കാൻ സാധിക്കുന്നത്, തിരിച്ചടിക്കാൻ സാധിക്കുന്നത് ഈ ഒരു പ്രത്യേകത കൊണ്ടാണ്. അതായത് വികേന്ദ്രീകൃതമായ ഒരു സംവിധാനമാണ് ഇറാൻ ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇസ്രായേൽ കഴിഞ്ഞ ദിവസം ഇറാന്റെ സ്റ്റീൽ പ്ലാന്റുകളിലും പവർ പ്ലാന്റുകളിലും ഹെവി വാട്ടർ കോംപ്ലക്സുകളിലും പ്രൊഡക്ഷൻ പ്ലാന്റുകളിലും ഒക്കെ ആക്രമണം നടത്തിയിട്ടും ഇറാന്റെ കമാൻഡ് ആൻഡ് കൺട്രോൾ സംവിധാനത്തെയോ സൈനിക നീക്കങ്ങളെയോ അത് പൂർണ്ണമായും നിശ്ചലമാക്കാൻ സാധിച്ചിട്ടില്ല. അതായത് ഒരു കേന്ദ്രം തകർന്നാലും മറ്റൊരു കേന്ദ്രത്തിലൂടെ ഉൽപ്പാദനവും സൈനിക ആക്രമണവും തുടരാൻ ഇറാന് സാധിക്കുന്നു. അത് ഈ ഭൂഗർഭ താവളങ്ങളിൽ ഒളിപ്പിച്ചിരിക്കുന്ന മിസൈലുകൾ അത് പ്രധാനമാണ്. ട്രംപ് എത്ര വാചകം അടിച്ചാലും ഈ മിസൈലുകൾ പൂർണ്ണമായി നശിപ്പിക്കുക എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം എളുപ്പമുള്ള ഒന്നല്ല എന്നാണ് പ്രതിരോധ വിദഗ്ധർ, യുദ്ധവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. മറ്റൊരു പ്രധാന കാര്യം, സൗദിക്ക് യുറേനിയം നൽകാനുള്ള അമേരിക്കയുടെ നീക്കത്തിന് ട്രംപ് ചെക്ക് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സൗദി ഇതുമായി ബന്ധപ്പെട്ട ആണവായുധം നിർമ്മിക്കും എന്ന് സൗദി ഭരണാധികാരി പ്രഖ്യാപിച്ചത് അല്പദിവസം മുമ്പാണ്. കാരണം ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നു എന്ന് പറയുമ്പോൾ തങ്ങൾക്കും അതിനുള്ള റൈറ്റ് ഉണ്ട് എന്നാണ് സൗദി വ്യക്തമാക്കുന്നത്. സ്വന്തം മണ്ണിൽ യുറേനിയം സമ്പുഷ്ടീകരണത്തിന് അനുമതി നൽകുന്ന സിവിൽ ആണവ കരാർ തയ്യാറായിട്ടും ഇതുവരെ US പ്രസിഡന്റ് ഒപ്പുവെക്കുന്നില്ല എന്നുള്ളതിന് പ്രധാനമായ 1-2 കാരണങ്ങളുണ്ട്. അത് US സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ സൗദിയിൽ സമാധാനപരമായ ആവശ്യങ്ങൾക്ക് ആണവോർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള സംയുക്ത കരാറിൻ്റെ കരടടക്കം, നേരത്തെ പറഞ്ഞതുപോലെ ഇതടക്കം ഇപ്പോൾ തയ്യാറാണ്. 2025 ഒക്ടോബറിൽ ഇത് ഒപ്പുവെക്കുകയും ചെയ്തു. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും ട്രംപ് ഇതിന് ഔദ്യോഗികമായ അംഗീകാരം നൽകാത്തതിന് പിന്നിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിൽ ഒന്ന്, ഇറാനുമായി നിലനിൽക്കുന്ന കടുത്ത യുദ്ധ സാഹചര്യമാണ്. US കോൺഗ്രസ് പറയുന്നത് ഇത്തരത്തിൽ അനുവാദം നൽകിയാൽ സൗദിയും ആണവായുധം നിർമ്മിക്കുകയും അത് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾക്ക്, സംഘർഷങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്യും എന്ന് വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ US കോൺഗ്രസിൽ ട്രംപിൻ്റെ ഈ ഒരു നിലപാടിന് പിന്തുണ കിട്ടിയേക്കില്ല. അവിടെ ആയുധ മത്സരം വർദ്ധിപ്പിക്കുമെന്നാണ് ഒരു വിഭാഗം രാഷ്ട്രീയക്കാരും അമേരിക്കയിലെ പറയുന്നത്. ഒപ്പം അന്താരാഷ്ട്ര ആണവ ഏജൻസിയുടെ കർശനമായ സുരക്ഷാ മാനദണ്ഡങ്ങളും പരിശോധനകളും ഇല്ലാതെയാണ് US സൗദി കരാർ തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ള ആക്ഷേപവും ശക്തമാണ്. സിവിൽ ആണവ സഹകരണത്തിനായുള്ള കരാറിൽ ഇരു രാജ്യങ്ങളും എത്തിയിട്ടുണ്ട്. അമേരിക്കൻ ആണവ സാങ്കേതിക വിദ്യ സൗദിക്ക് കൈമാറുന്നതോടെ ആണവായുധ വ്യാപനത്തിനെതിരെയുള്ള ശക്തമായ രീതിയിലുള്ള സംവിധാനങ്ങൾ ഉറപ്പുവരുത്താൻ ഉള്ള നീക്കങ്ങൾ അത് പരാജയപ്പെടും എന്നും ഇപ്പോൾ ട്രംപ് കരുതുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് വളരെ വേഗം ഇതിലേക്ക് ഒപ്പിടുക എന്നടക്കമുള്ള കാര്യങ്ങളിലേക്ക് ട്രംപ് കടക്കുന്നില്ല. കാരണം സൗദിയിൽ യുറേനിയം സമ്പുഷ്ടീകരണം നടന്നാൽ, ആണവായു നിർമ്മാണം നടന്നാൽ അത് ഭാവിയിൽ വലിയ ഭീഷണിയിലേക്ക്, മിഡിൽ ഈസ്റ്റിലൊക്കെ വലിയ ഭീഷണിയിലേക്ക് മാറും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. നെതന്യാഹു യുദ്ധക്കുറ്റവാളി എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അറസ്റ്റ് വാറണ്ട് നീക്കവുമായി മുന്നോട്ട് പോവുകയാണ് ന്യൂയോർക്ക് മേയർ കൂടിയായ സൊഹറാൻ മംദാനി. നമുക്കറിയാം, പല വിവാദ തീരുമാനങ്ങൾ കൊണ്ടും ശ്രദ്ധേയനായ ഒരു മേയർ കൂടിയാണ്. ട്രംപിൻ്റെ എതിരാളിയാണ്. ഒരു വിദേശ രാജ്യത്തിൻ്റെ ഭരണത്തലവനെ തടങ്കലിൽ വെക്കാൻ ന്യൂയോർക്ക് പോലീസിന് അധികാരമുണ്ടോ എന്നതിൽ നിയമസാധുത ഇപ്പോൾ മംദാനി പരിശോധിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ന്യൂയോർക്ക് ടൈംസ് അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. സെപ്റ്റംബറിൽ നടക്കുന്ന UN പൊതുസഭാ സമ്മേളനത്തിലാണ് നെതന്യാഹു പങ്കെടുക്കാനായി ന്യൂയോർക്കിലേക്ക് എത്തുക. അവിടെ എത്തിയാൽ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള സാധ്യതകളാണ് ഇപ്പോൾ നഗരഭരണകൂടം സജീവമായി പരിശോധിക്കുന്നത്. ന്യൂയോർക്കിൻ്റെ പുതിയ മേയറായ സൊഹറാൻ മംദാനിയാണ് കഴിഞ്ഞ ദിവസം ന്യൂയോർക്ക് ടൈംസിന് നൽകിയ അഭിമുഖത്തിൽ ഇക്കാര്യം വ്യക്തമാക്കിയത്. നെതന്യാഹു പച്ചയായ ഒരു യുദ്ധക്കുറ്റവാളിയാണെന്നും അദ്ദേഹത്തെ അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്ന് വിചാരണ ചെയ്യണമെന്നുമാണ് മംദാനിയുടെ കടുത്ത നിലപാട്. ഇതോടെ അമേരിക്കൻ മണ്ണിൽ വെച്ച് നെതന്യാഹുവിന് വിലങ്ങ് വീഴുമോ എന്നുള്ള ചർച്ചയാണ്. പക്ഷേ അതൊക്കെ എത്രത്തോളം നിയമസാധുത ഉണ്ട് എന്നതൊക്കെ കാത്തിരുന്ന് കാണണം. പക്ഷേ വലിയ ചർച്ച ഇതുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര തലത്തിൽ ചൂടുപിടിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഈ വാർത്തയെ നെതന്യാഹു പ്രതികരിച്ചത് കടുത്ത പ്രതികരണമായിരുന്നു നെതന്യാഹുവിൻ്റെ ഭാഗത്ത്. അദ്ദേഹം പറഞ്ഞത് ഈ മേയർ സൊഹറാൻ മംദാനി ഹമാസിനെ പിന്തുണയ്ക്കുന്ന ആളാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഒരു റേഡിയോ അഭിമുഖത്തിലാണ് നെതന്യാഹു ഇക്കാര്യം പറഞ്ഞത്. മേയർ മംദാനി ആരെയാണ് അപലപിക്കുന്നതെന്നും ആരെയാണ് പുകഴ്ത്തുന്നതെന്നും സ്വയം പരിശോധിക്കണം. അമേരിക്കൻ മൂല്യങ്ങൾക്കൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന മിഡിൽ ഈസ്റ്റിലെ ഏക ജനാധിപത്യ രാജ്യമാണ് ഇസ്രായേൽ. ഈ ഇസ്രായേലിനെയാണ് മേയർ കുറ്റപ്പെടുത്തുന്നത് എന്നാണ് നെതന്യാഹുവിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം. മറ്റൊരു വാർത്ത, ബ്രിട്ടനിലെ അധികാര മാറ്റവുമായി ബന്ധപ്പെട്ടാണ്. പലപ്പോഴും ഒരു പേരുദോഷം ബ്രിട്ടനുള്ളത് പ്രധാനമന്ത്രിമാർ വാഴാത്ത ഒരു രാജ്യം എന്നുള്ളതാണ്. ഇത്രയും വർഷങ്ങൾക്കുള്ളിൽ നിരവധി പ്രധാനമന്ത്രിമാർ വന്നുപോയി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കീർ സ്റ്റാമർക്ക് പോലും 2 വർഷം ഭരിക്കാൻ ഉള്ള ഭാഗ്യം മാത്രമാണ് കിട്ടിയത്. അവിടെയാണ് ഇപ്പോൾ പുതിയ പ്രധാനമന്ത്രിയായി ലേബർ പാർട്ടി നേതാവ് കൂടിയായ ആൻഡി ബേണം ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്.
അധികാരമേറ്റ് വൻ ഭൂരിപക്ഷമേറ്റത്തിൽ അധികാരം വന്ന് 2 വർഷം മാത്രം പ്രധാനമന്ത്രിയായ സ്റ്റാർമറിന് പകരമാണ് ആൻഡി ബേണം വരുമ്പോൾ അത് ബ്രിട്ടന് രാഷ്ട്രീയമായി മാത്രമല്ല സാമ്പത്തിക ഉത്തേജനമടക്കം വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ബ്രിട്ടീഷ് ജനത കാണുന്നത് എന്നുള്ളതാണ്. കൺസർവേറ്റീവ് പാർട്ടിയുടെ ഭരണത്തിൽ അന്ത്യം കുറിച്ചുകൊണ്ട് വലിയ പ്രതീക്ഷയോടെ വൻ ഭൂരിപക്ഷത്തിലാണ് 2024 ലേബർ പാർട്ടിയെ ബ്രിട്ടീഷ് ജനത അധികാരത്തിലെത്തിച്ചത്. പക്ഷേ പ്രധാനമന്ത്രിയായി 2 വർഷം പൂർത്തിയാകുന്നതിന് മുൻപ് പാർട്ടി എംപിമാരുടെ പിന്തുണ നഷ്ടമായ കെയർ സ്റ്റാർമർക്ക് രാജിവെക്കേണ്ടി വന്നു. അവിടെയാണ് പുതിയ ഒരു പ്രധാനമന്ത്രി അധികാരത്തിലേക്ക് വരുന്നത്. ബ്രെക്സിറ്റ് പ്രഖ്യാപനത്തോടെ തുടങ്ങിയ രാഷ്ട്രീയ അസ്ഥിരതയിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ 6 പ്രധാനമന്ത്രിമാരാണ് ഇപ്പോൾ നമ്പർ 10 ഡൗണിംഗ് സ്ട്രീറ്റിൽ നിന്ന് പാതി വഴിയിൽ രാജിവെച്ചിറങ്ങിയത്. അതായത് 10 വർഷത്തിനുള്ളിൽ 7ാമത്തെ പ്രധാനമന്ത്രിയാണ് ഇപ്പോൾ ബേണം എന്നതുകൂടി ഓർക്കണം. ലേബർ പാർട്ടി നേതാവായി ആൻഡി ബേണം വരുമ്പോൾ ബ്രിട്ടൻ വലിയ പ്രതീക്ഷയിലാണ്. കിങ് ഓഫ് നോർത്ത് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. 2001 ആദ്യമായി പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ബേണം ടോണി ബ്ലെയർ, ഗോർഡൻ ബ്രൗൺ എന്നിവരുടെ മന്ത്രിസഭയിൽ ആഭ്യന്തരം, ട്രഷറി, ആരോഗ്യം തുടങ്ങിയ വകുപ്പുകളിൽ പ്രധാന പദവികൾ വഹിച്ചിട്ടുണ്ട്. 2010ലും 2015ലും ലേബർ പാർട്ടി നേതൃസ്ഥാനത്തേക്ക് മത്സരിച്ച് പരാജയപ്പെട്ടു. 2014 പാർലമെന്റ് വിട്ട ബേണം ഗ്രേറ്റർ മാഞ്ചസ്റ്ററിന്റെ മേയറായി തിളങ്ങി. ഇതോടുകൂടി വീണ്ടും ലേബർ പാർട്ടി പ്രതീക്ഷയായി വരികയായിരുന്നു. വടക്കൻ ഇംഗ്ലണ്ടിന്റെ വികസന താൽപ്പര്യങ്ങൾക്കായി നിലകൊണ്ടതിലൂടെ കിങ് ഓഫ് ദ നോർത്ത് എന്ന വിളിപ്പേരും ആൻഡി ബേണത്തിന് സ്വന്തമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടത്തിയ പ്രസംഗത്തിൽ ബ്രിട്ടനായി ഐ ഹാവ് എ പ്ലാൻ എന്ന് അദ്ദേഹം പറഞ്ഞത് ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് ബ്രിട്ടീഷ് ജനത പറയുന്നത്. കാരണം സാമ്പത്തിക പരിഷ്കരണത്തിലടക്കം ഒരുപാട് മാറ്റങ്ങൾ ഭരണ സംവിധാനത്തെയും സാമ്പത്തിക വികസന മാതൃകയും ഒക്കെ അടിമുടി മാറ്റിമറിക്കുന്ന പരിഷ്കാര പദ്ധതികൾ ആൻഡി ബേണം മുന്നോട്ട് വെക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ജനങ്ങൾ. പാകിസ്ഥാനിൽ വലിയൊരു പ്രതിസന്ധി ഉടലെടുക്കുകയാണ്. അത് ആർക്കെതിരെ എന്ന് വെച്ചാൽ നമുക്കറിയാം, പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ മാസങ്ങളായി വർഷങ്ങളായി ജയിലിൽ കഠിന ജീവിതം നയിക്കുകയാണ്. ഇപ്പോൾ ഇമ്രാൻഖാൻ്റെ സഹോദരിക്കെതിരെയും സമൻസ് അയച്ചിരിക്കുകയാണ് പാകിസ്ഥാനിലെ അന്വേഷണ ഏജൻസികൾ. അത് മറ്റൊന്നിനുമല്ല, ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യയെ പുകഴ്ത്തി പറഞ്ഞ ഇമ്രാൻഖാൻ്റെ സഹോദരിക്കാണ് വലിയ കുരുക്ക് അവിടെ മുറുകിയിരിക്കുന്നത്. ഇന്ത്യയുടെ വിജയം അവകാശപ്പെട്ടത് രാജ്യവിരുദ്ധ പ്രവൃത്തിയാണ് എന്നാണ് ഇപ്പോൾ അവിടുത്തെ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത്, ഭരണകൂടം കണ്ടെത്തിയിരിക്കുന്നത്. ഇവർക്കെതിരെ നൂറിൻ നിയാസി എന്നാണ് ഇമ്രാൻഖാൻ്റെ സഹോദരിയുടെ പേര്. ഇവരെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ അവിടുത്തെ സൈബർ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി നടത്തുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അതായത് സൈന്യത്തെ അപമാനിക്കാൻ ശ്രമിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി സഹോദരന്റെ പ്രസ്താവന വൻ പ്രതിഷേധത്തിന് വഴിയൊരുക്കുന്നു എന്നാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇന്ത്യയുടെ വിജയത്തെക്കുറിച്ചും പാകിസ്ഥാന്റെ പരാജയത്തെക്കുറിച്ചും നൗറീൻ സംസാരിച്ചതാണ് ഇതിനിടയാക്കിയത്. ഇത് വലിയ കോളിളക്കം രാജ്യത്തുണ്ടാക്കിയിരിക്കുകയാണ്. നാഷണൽ സൈബർ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഇന്ന് അവരോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ അവരുടെ അറസ്റ്റ് ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയത് ഓപ്പറേഷൻ സിന്ദൂറിൽ ശക്തവും വലുതുമായ ഒരു രാജ്യമായതുകൊണ്ടാണെന്നും തൽഫലമായി പാകിസ്ഥാൻ സൈന്യം ഇന്ത്യക്കെതിരെ അപകടകരമായ അവസ്ഥയിലായിരുന്നുവെന്നുമാണ് ഒരു അഭിമുഖത്തിൽ നൗറീൻ പറയുന്നത്. നൗറീൻ്റെ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ ആണ് ഈ തരത്തിലുള്ള നോട്ടീസ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. നൗറീൻ നിയാസിക്കെതിരെ രാജ്യത്തെ സ്ഥാപനങ്ങളെ അപകീർത്തിപ്പെടുത്തുകയും തെറ്റായ വിവരണം പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ സോഷ്യൽ മീഡിയയിൽ ആക്ഷേപകരവും പ്രകോപനപരവുമായ ഉള്ളടക്കം പങ്കിട്ടതിനും ഇപ്പോൾ കേസെടുത്തു എന്നാണ് അന്വേഷണ ഏജൻസി പറഞ്ഞിരിക്കുന്നത്. ഈ തീയതിയിൽ ഇന്ന് ഹാജരായില്ലെങ്കിൽ അവർക്ക് ഒന്നും പറയാനോ വാദിക്കാനോ ഇല്ലെന്ന് കണക്കാക്കുമെന്നും, അതായത് അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോകും എന്നുമാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. പാകിസ്ഥാൻ പീനൽ കോഡിലെ സെക്ഷൻ 174 പ്രകാരം നോട്ടീസ് അനുസരിക്കാതിരിക്കുന്നത് ശിക്ഷാർഹമായ കുറ്റമാണ്. അവർക്കെതിരെ കൂടുതൽ നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. ഏതായാലും പാകിസ്ഥാനിലെ സ്ഥിതിഗതികളെക്കുറിച്ച് അഭിമുഖത്തിൽ സംസാരിക്കുകയാണ്. പാകിസ്ഥാൻ സൈനികർ വലിയ പ്രതിസന്ധിയിലാണെന്ന് നൗറീൻ പറയുന്നത്. പാകിസ്ഥാൻ അത് തടയാൻ ശ്രമിച്ചു എന്ന് പറയുന്നു, ആക്രമണമടക്കം. പക്ഷേ പാകിസ്ഥാൻ സൈന്യം പരാജയപ്പെടുന്നു. ഇന്ത്യയുമായി ഒത്തുതീർപ്പിലെത്താൻ അന്താരാഷ്ട്ര സമൂഹത്തോട് പാകിസ്ഥാൻ അഭ്യർത്ഥിച്ചു എന്നും മറ്റും നിയാസി പറയുന്നത്. ഒപ്പം പാകിസ്ഥാനിലെ സൈനിക ചീഫും പ്രധാനമന്ത്രിയുമൊക്കെ വലിയ തോതിൽ ഈ വിഷയത്തിൽ പരാജയപ്പെട്ടു എന്നാണ് ഇമ്രാന്റെ സഹോദരി പറയുന്നത്. അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു അറസ്റ്റിലേക്ക്, നിയമ നടപടിയിലേക്ക് നീങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ത്യയുമായി കൂടുതൽ വ്യാപാര നിക്ഷേപ ബന്ധം സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ് അഫ്ഗാനിസ്ഥാൻ എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. ഇരു രാജ്യങ്ങളും തമ്മിൽ ദീർഘകാല വ്യാപാര ബന്ധം സ്ഥാപിക്കണമെന്ന് അഫ്ഗാനിലെ വ്യവസായികളുടെ സംഘടന ആവശ്യപ്പെടുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറുന്നു. കാരണം നേരത്തെ പറഞ്ഞ പോലെ പാകിസ്ഥാനുമായി ഇപ്പോൾ അത്ര സുഖത്തിലല്ല അഫ്ഗാൻ. പലപ്പോഴും ഏറ്റുമുട്ടലിൻ്റെ പാതയിലൊക്കെയാണ്. അവിടെയാണ് ചബഹാർ തുറമുഖം പോലെയുള്ള നേരിട്ട് അഫ്ഗാനുമായി ബന്ധപ്പെടുന്ന തുറമുഖങ്ങൾ വഴി കൂടുതൽ വ്യാപാര ബന്ധം നടത്തണം എന്നുള്ള ആവശ്യം അവിടുത്തെ വ്യവസായികൾ മുന്നോട്ട് വെക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട്
പാകിസ്ഥാനിലൂടെ പോകുന്ന പാകിസ്ഥാനുമായുള്ള വ്യാപാര ബന്ധത്തിലുള്ള കണ്ടെയ്നറുകളുടെ എണ്ണത്തിൽ പോലും കുറവ് സംഭവിച്ചിരിക്കുന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതിന് പകരമായാണ് ഇപ്പോൾ ഇന്ത്യയുടെ സഹായം അഫ്ഗാൻ തേടുകയും മറ്റും ചെയ്യുന്നത്. ഇന്ത്യയുമായി കൂടുതൽ വ്യാപാര കാര്യങ്ങളിലേക്ക് അഫ്ഗാൻ പോവുകയുമാണ്. ഇസ്രായേലിലെ ജയിലുകളിലുള്ള തടവുചാട്ടം തടയുന്നതിനായി ജയിലിന് ചുറ്റും കാവലായി മുതലകളെ നിയോഗിക്കാൻ പുതിയ നിയമവുമായി സർക്കാർ രംഗത്ത് വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പരിസ്ഥിതി സംരക്ഷണ മന്ത്രി ഇദിത് സിൽമാൻ മുതലകളെ വന്യമൃഗങ്ങളുടെ പട്ടികയിൽ നിന്ന് മാറ്റി സുരക്ഷാ ആവശ്യങ്ങൾക്ക് വളർത്താവുന്ന ജീവികൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയതോടെയാണ് ഇതിന് നിയമപരമായ വഴിയൊരുങ്ങിയത്. തടവുകാർ രക്ഷപ്പെടുന്നത് തടയാൻ മുതലകളെ ഉപയോഗിക്കാനുള്ള നീക്കത്തെ ഇസ്രായേൽ ദേശീയ സുരക്ഷാ മന്ത്രി സ്വാഗതം ചെയ്ത പശ്ചാത്തലം കൂടിയുണ്ട്. ഫ്ലോറിഡയിലെ അലിഗേറ്റർ അൽക്കാട്രാസ് മാതൃകയിൽ തടവുകാർക്ക് ചുറ്റും മുതലകളെ കാവൽ നിർത്തണമെന്ന നിർദ്ദേശം കഴിഞ്ഞ ഡിസംബറിൽ ബെൻ ഗുർ മുന്നോട്ട് വെച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ തെക്കൻ ഇസ്രായേലിലെ കെറ്റ്സിയോട്ട് ജയിലിന് ചുറ്റുമായിരിക്കും മുതലകളെ വിന്യസിക്കുക. ഇവിടെ ഹമാസ് ഭീകരരടക്കമുള്ള നിരവധി തടവുകാരെ പാർപ്പിച്ചിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇസ്രായേലിലെ പ്രധാന ജയിലായ ഇത്. ഇവിടെ ഇസ്രായേൽ ജയിൽ സർവീസ് പോലെയുള്ള സുരക്ഷാ ഏജൻസികളുടെ നിയന്ത്രണത്തിലാണ് എങ്കിൽ പോലും ഈ മുതലകളെ വളർത്തുന്നതിനോടുകൂടി കുറച്ചുകൂടി സുരക്ഷാ ക്രമീകരണങ്ങൾ അവിടെ ഏർപ്പെടുത്താം എന്നുള്ളതാണ് ഇപ്പോൾ അവർ ലക്ഷ്യം വെക്കുന്നത്. പുതിയ നിയമ ഭേദഗതിയിലൂടെ മുതലകളെ ആ തരത്തിൽ വളർത്താനുള്ള സംവിധാനം ഒരുക്കുകയാണ് ഭരണകൂടം. ഭാര്യ ഗൗരിയുമൊത്ത് ജീവിതം ആരംഭിച്ച വീട് സ്ഥിതി ചെയ്യുന്ന കെട്ടിടം മുഴുവനായി ഷാരൂഖ് ഖാൻ സ്വന്തമാക്കിയിരിക്കുകയാണ്. ആ സ്ഥലത്തോടുള്ള പ്രത്യേക താല്പര്യമാണ് ഇത്തരത്തിലുള്ള ഇടപാടിന് പിന്നിൽ. നേരത്തെ ഈ കെട്ടിടത്തിൻ്റെ താഴത്തെ നില താരം വാങ്ങിയിരുന്നു. ഇപ്പോൾ ഇതേ കെട്ടിടത്തിൻ്റെ അവശേഷിക്കുന്ന നിലകൾ കൂടി വാങ്ങിയതോടെ കെട്ടിടത്തിൻ്റെ പൂർണ്ണ അവകാശം ഷാരൂഖിനും കുടുംബത്തിനും കിട്ടിയിട്ടുണ്ട്. ഡൽഹിയിലെ പോഷ് മേഖലയിലൊന്നായ പഞ്ചശീൽ പാർക്ക് നെയ്ബർഹുഡ്സിലാണ് ഷാരൂഖ് ഖാൻ്റെയും ഗൗരിയുടെയും ഈ ആദ്യ വീട്. 1991 വിവാഹിതരായതിനു ശേഷം ചലച്ചിത്ര മേഖലയിൽ ചുവടുറപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഷാരൂഖ് ഗൗരിയുമൊത്ത് ഡൽഹിയിൽ തന്നെ താമസം ആരംഭിച്ചത്. പ്രശസ്തിയിലേക്ക് നീങ്ങിയതിനൊപ്പം കെട്ടിടത്തിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറും ബേസ്മെൻറ്റും താരം വാങ്ങി. ഇപ്പോൾ അവശേഷിക്കുന്ന നിലകൾ കൂടി വാങ്ങിയതോടുകൂടിയാണ് ഷാരൂഖിന് ഇതിൻ്റെ ഉടമസ്ഥാവകാശം പൂർണ്ണമായും സ്വന്തമായത്. 37 കോടി രൂപയ്ക്കാണ് ഈ 2 നിലകളും കൂടി വാങ്ങിയത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. 10,800 ചതുരശ്ര അടി വിസ്തീർണമുള്ള പ്ലോട്ടാണ് ഇത്. ഒരു ചതുരശ്ര അടിക്ക് അവിടെ 34,260 രൂപയൊക്കെ ഉണ്ട്. മുംബൈയിൽ 200 കോടി വിലമതിക്കുന്ന മറ്റൊരു വീട് കൂടി ഷാരൂഖ് ഖാൻ ഉണ്ട്. അതിനുശേഷമാണ് ഡൽഹിയിൽ ഷാരൂഖ് ഖാൻ ഇത്തരത്തിലൊരു വീട് സ്വന്തമാക്കുന്നത്. ഇന്ത്യയുടെ ഡിസൈനൊക്കെ ചെയ്തത് ഗൗരിയാണ്. ഷാരൂഖിന് ലഭിച്ച പുരസ്കാരങ്ങളടക്കം ഈ വീട്ടിൽ ക്രമീകരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഷാരൂഖ് തൻ്റെ പഴയകാല ജീവിതം ഓർമ്മപ്പെടുത്തലിൻ്റെ ഒരു ഭാഗമായി കൂടിയാണ് ഈ കെട്ടിടത്തെ കാണുന്നത്. സച്ചിനെ മറികടന്ന് രോഹിത് ശർമ്മ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. അതായത് പ്രായം ഒരു നമ്പർ മാത്രമാണ് എന്ന്, അതായത് വിരമിക്കലുമായി ബന്ധപ്പെട്ട വിവിധ അഭ്യൂഹങ്ങൾ ഉണ്ടാകുന്നതിനിടയിലാണ് ലോർഡ്സിൽ ഏകദിന സെഞ്ചുറി, അത്യുജ്വല സെഞ്ചുറിയുമായി രോഹിത് ശർമ്മ രംഗത്ത് വരുന്നത്. ലോർഡ്സിൽ ഏകദിനത്തിൽ ഇംഗ്ലണ്ട് ഉയർത്തിയ കൂറ്റൻ വിജയലക്ഷ്യം പിന്തുടരുമ്പോഴാണ് രോഹിത് തൻ്റെ 34ാമത്തെ ഏകദിന സെഞ്ചുറി കുറിച്ചത്. ഒരു വിദേശ രാജ്യത്ത് 8 ഏകദിന സെഞ്ചുറികൾ നേടുന്ന ലോകത്തിലെ ആദ്യത്തെ താരമെന്ന നേട്ടവും ഈ മത്സരത്തിലൂടെ രോഹിത് സ്വന്തം പേരിലാക്കി. 110 പന്തുകൾ നേരിട്ട രോഹിത് 5 സിക്സറും 17 ഫോറും ഉൾപ്പെടെയാണ് 138 റൺസ് എടുത്തത്. ഇംഗ്ലണ്ടിൽ രോഹിതിൻ്റെ 8ാം സെഞ്ചുറിയാണ്. ഒരു വിദേശ രാജ്യത്തെ 7 സെഞ്ചുറികൾ വീതം നേടിയ സച്ചിൻ ടെണ്ടുൽക്കറുടെയും ക്വിന്റൻ ഡി കോക്കിൻ്റെയും AB ഡി വില്ലിയേഴ്സിൻ്റെയും സയ്യിദ് അൻവറിൻ്റെയും റെക്കോർഡാണ് രോഹിത് മറികടന്നത്. ഇംഗ്ലണ്ടിൽ ഏറ്റവും കൂടുതൽ ഏകദിന സെഞ്ചുറികൾ നേടിയ താരങ്ങളിൽ മുൻ ഇംഗ്ലണ്ട് ഓപ്പണർ മാർക്കസ് ട്രസ്കോത്തിക്കിനൊപ്പം രോഹിത് 2ാം സ്ഥാനത്തുണ്ട്. 10 സെഞ്ചുറികളുമായി ജോ റൂട്ട് മാത്രമാണ് ഇപ്പോൾ അദ്ദേഹത്തിന് മുന്നിലുള്ളത്. ഇംഗ്ലണ്ടിൽ കളിച്ച 30 ഇന്നിംഗ്സുകളിൽ നിന്നായി 65.29 ശരാശരിയിൽ 1567 റൺസ് രോഹിത് നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ, ഏകദിനത്തിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ, ICC ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ എന്നീ റെക്കോർഡുകളും നിലവിൽ രോഹിതിൻ്റെ പേരിലുണ്ട്. മാത്രമല്ല ലോർഡ്സിൽ ഏകദിന സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ ബാറ്റർ എന്ന നേട്ടവും രോഹിത് സ്വന്തമാക്കി എന്നുള്ളതാണ്. അതായത് 39 വയസ്സും 80 ദിവസവും പ്രായമുള്ളപ്പോഴാണ് രോഹിതിൻ്റെ ഈ നേട്ടം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. വന്ദേ മാതരത്തെ ദേശീയ ഗാനമായി, ദേശീയ ഗീതമായി അപമാനിക്കുന്നതും മറ്റും അപലപിക്കാൻ തടസ്സപ്പെടുത്തുന്നതും ശിക്ഷാർഹമായ ഒരു കുറ്റമാക്കാൻ ലക്ഷ്യമിട്ടുള്ള ബില്ല് ഇന്ന് കേന്ദ്ര സർക്കാർ നിയമസഭയിൽ അവതരിപ്പിക്കുകയാണ്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ ബില്ല് അവതരിപ്പിക്കുമെന്നാണ് വിവരം. ദേശീയ ഗാനമായ ജനഗണമനയ്ക്ക് നിലവിൽ ലഭിക്കുന്ന അതേ നിയമപരിരക്ഷയും പദവിയും വന്ദേ മാതരത്തിനും ഉറപ്പാക്കിയാണ് ഭേദഗതിയുടെ ലക്ഷ്യം. ഇതിനായി 1971 ദേശീയ ബഹുമതികളോടുള്ള അവഹേളനം തടയൽ നിയമത്തിൽ ഭേദഗതി വരുത്തും എന്നുള്ള ഏറ്റവും പ്രധാനമാണ്. നേരത്തെ വന്ദേ മാതരം ആലപിക്കണം സ്കൂളുകളിലും മറ്റും എന്നുള്ള തരത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകിയ ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായി. കശ്മീരിൽ വൻ പ്രളയമാണ്. മേഘവിസ്ഫോടനം സംഭവിക്കുന്നു. 12ലധികം പേർ മരിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു.
വീടുകളും വാഹനങ്ങളും റോഡുകളും മറ്റും ഒലിച്ചുപോയി. രക്ഷാപ്രവർത്തനത്തിന് സൈന്യമിറങ്ങി. പലയിടങ്ങളിലും ജനജീവൻ ദുരിതത്തിലാണ്. രജൌരിയിലും സുരാൻകോട്ടിലും മിന്നൽ പ്രളയം സംഭവിച്ചു. കനത്ത നാശനഷ്ടമുണ്ടായി. നന്ദന ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു. നന്ദന, കേന്ദ്ര ഏജൻസികളുടെ സാന്നിധ്യമടക്കമുണ്ട് ജമ്മു കാശ്മീരിൽ, എന്താണ് മനസ്സിലാക്കേണ്ടത്? സ്ഥിതിഗതികൾ ഇപ്പോൾ നിയന്ത്രണത്തിന് അതീതമാണോ? രഞ്ജിത്ത്, ഇന്ന് പുലർച്ചെ 3 മണി മുതൽ ജമ്മു കാശ്മീരിലെ രജൌരി ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ കനത്ത മഴ പെയ്യുന്നതായാണ് റിപ്പോർട്ടുകൾ. ഇരട്ട ജില്ലയായ രജൌരിയിലും പൂഞ്ചിലും 12 ജീവനുകൾ ഇന്നലെ ഉണ്ടായ പ്രളയത്തിലും മഴയിലും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിന് പിന്നാലെ ജില്ലയിലെ ഭൂരിഭാഗം മലയോര മേഖലകളിലും കനത്ത മഴ പെയ്തിറങ്ങുകയാണ്. ഇന്ന് പുലർച്ചെ 3 മണി മുതൽ രജൌരിയുടെ മിക്ക ഭാഗങ്ങളിലും ശക്തമായ മഴ തുടർന്നു വരികയാണ്. ഇതോടെ നദികളും മറ്റ് ജലാശയങ്ങളും കരകവിഞ്ഞൊഴുകുന്ന ഒരു സ്ഥിതിയുണ്ട്. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് പ്രകാരം ജൂലൈ 19 മുതൽ 23 വരെ ജമ്മു കാശ്മീരിൽ മഴക്കാലം പ്രവചിച്ചിട്ടുണ്ട്. പുതിയ മഴക്കാലം. ചില പ്രദേശങ്ങളിൽ 100 മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പുകൾ. പൂഞ്ച് ജില്ലയിൽ വീടിടിഞ്ഞ് ഒരു യുവതി മരിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. രജൌരി ജില്ലയിൽ 100 കണക്കിന് ആളുകൾ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. തുടർച്ചയായ മഴ കാരണം ചിനാബ് നദിയുടെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ജനങ്ങളും യാത്രക്കാരും കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ പാലിക്കണമെന്നാണ് IMDയുടെ നിർദ്ദേശം. മോശം കാലാവസ്ഥ കാരണം വൈഷ്ണോദേവി, അമർനാഥ് തീർത്ഥാടനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചിട്ടുണ്ട്. കനത്ത മഴയിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് എല്ലാ സഹായങ്ങളും ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ട്. ശരി, നന്ദനയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്കിനി അമേരിക്കയിലെ ഫുട്ബോൾ വിശേഷങ്ങളിലേക്ക്. ഇന്നിപ്പോൾ ഫുട്ബോൾ ലോകകപ്പ് സമാപിച്ചു. വളരെ ആവേശകരമായ 40 ദിവസങ്ങളാണ് കടന്നുപോയത്. അവിടുത്തെ മലയാളികളായ സ്പെയിൻ ആരാധകരും വലിയ ആഘോഷത്തിലാണ്. അതേസമയം അർജന്റീൻ ആരാധകർ കടുത്ത നിരാശയിലുമാണ്. 40 ദിവസം നീണ്ടുനിന്ന അമേരിക്കയിലെ ആഘോഷങ്ങൾക്കും സമാപനമായി ഗംഭീരമായി ഫുട്ബോൾ മേള സംഘടിപ്പിച്ചു എന്നതിൽ അഭിമാനിക്കാം അമേരിക്കയ്ക്ക്, US-ന്. പ്രതാപ് ജയലക്ഷ്മി അവിടെ ഈ ദിവസങ്ങളായി തുടരുന്നുണ്ട്. പ്രതാപ് ജയലക്ഷ്മി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വളരെ വാശിയേറിയ ഒരു മത്സരത്തിന് ശേഷമുള്ള സംസാരമാണിത്. രഞ്ജിത്തിനറിയാലോ, മലയാളികളും ലോകമെമ്പാടുമുള്ള അർജന്റീന ആരാധകർക്കും ഇത് ഏറെ വിഷമമുള്ള കാര്യമാണ്. അവസാന നിമിഷം വരെ ശക്തമായി നിലകൊള്ളുന്ന എല്ലാ കളികളിലും ഒരിക്കലും വികാരത്തിന് അടിമപ്പെടാതെ മത്സരത്തിലേക്ക് ശക്തമായി തിരിച്ചു വന്നുകൊണ്ടിരുന്ന മെസ്സിയെയും അർജന്റീനയും അല്ല ഈ കളിയിൽ കണ്ടത്. അതുകൊണ്ട് തന്നെ മെസ്സി കണ്ണീരിറക്കാൻ പാടുപെടും നമ്മൾ കണ്ടു. ഇപ്പോൾ സ്കലോണി കരഞ്ഞുകൊണ്ട് വാർത്താ സമ്മേളനം പൂർത്തിയാക്കാതെ പോകുന്നത് നമ്മൾ കണ്ടു. എന്നാൽ സ്പെയിനിൻ്റെ ആരാധകർ അടിച്ചു പൊളിക്കുകയായിരുന്നു. മലയാളികളുടെ അർജന്റീനക്കാരായ മലയാളി ആരാധകരെയും സ്പെയിനിൻ്റെ ആരാധകരെയൊക്കെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം സ്റ്റേഡിയത്തിന് മുമ്പിൽ കണ്ടിരുന്നു. നമ്മൾ ന്യൂസ് 8-ൽ അത് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇന്നാൽ കളി തുടങ്ങിയതിന് ശേഷം എന്താ പറയുക, പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ മലയാളികളെ ആരാധകർക്ക് സ്റ്റേഡിയത്തിൽ ഉള്ളിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. കാരണം ഈ ടിക്കറ്റിൻ്റെ ഒരു റേറ്റ് അറിയാലോ, ഏറ്റവും കുറഞ്ഞ ടിക്കറ്റിന് തന്നെ ഏകദേശം 50 ലക്ഷത്തിന് മുകളിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സ്റ്റേഡിയത്തിൽ എത്താൻ കഴിഞ്ഞില്ല. സ്റ്റേഡിയം പൂർണ്ണതോതിൽ ഫുള്ളായിരുന്നെങ്കിലും മലയാളികൾക്ക് ടിക്കറ്റ് എടുത്ത് അവിടെ കാണാൻ കഴിഞ്ഞില്ല. അപ്പം മലയാളികൾ ഒത്തൊരുമിച്ച് കൂട്ടായ്മയോടുകൂടി പല സ്ഥലങ്ങളിൽ കാണുമായിരുന്നു. അങ്ങനെ ഒരു എന്താ പറയുക, മലയാളി കൂട്ടായ്മ ഇവിടെ ഈ സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് തന്നെ കൂടിയ എൻ്റെ ചിത്രങ്ങളും ആ വിഷ്വലുമാണ് നമ്മളിപ്പോൾ കണ്ടത്. അതിൽ അവർ സ്പെയിനിന് വേണ്ടി ആഘോഷിക്കുകയായിരുന്നു, അർജന്റീനയ്ക്ക് വേണ്ടി ആഘോഷിക്കുകയായിരുന്നു. പക്ഷെ അർജന്റീന തോറ്റതോടുകൂടി അർജന്റീനിയൻ ഫാൻസ്, കേരളത്തിലെന്ന പോലെ തന്നെ ലോകമെമ്പാടുമുള്ള അർജന്റീനിയൻ ഫാൻസ് വളരെ വളരെ നിരാശയിലാണ്. സ്വാഭാവികമായും ഫുട്ബോളിൻ്റെ വിജയമാണത്. നന്നായി കളിച്ചത് സ്പെയിനാണ്. സ്പെയിനിന് വിജയം നേടാൻ കഴിയുകയും ചെയ്തു. അടുത്ത കളി ഇനി പോർച്ചുഗലിലും മൊറോക്കോയിലും സ്പെയിനിലുമായി നടക്കുന്ന അടുത്ത 4 വർഷം കഴിഞ്ഞുള്ള കളിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. പുതിയ താരങ്ങൾ വരും, പഴയ താരങ്ങൾ വിസ്മരിക്കപ്പെടുന്നില്ല, മറിച്ച് അവർ ചരിത്രമായി നിലകൊള്ളും. ന്യൂയോർക്കിൽ നിന്ന് ന്യൂസ് 18 കേരളത്തിന് വേണ്ടി പ്രതാപ് ജയലക്ഷ്മി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.